ഹലോ സിസ്റ്ററെ, പ്രിൻസാണ്. സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആരാധനയായിരുന്നോണ്ട് ഞങ്ങൾ അവിടെയായിരുന്നേ. നാളെ രാവിലെ വരെ ആരാധന. ഓ അത് ശരി. ഇപ്പൊ ഇറങ്ങി വന്നപ്പോഴാ കണ്ടേ. ഓക്കെ, സുഖമായിട്ടിരിക്കണോ? ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, സന്തോഷമായിട്ടിരിക്കുന്നു. എന്നിട്ട് ഇന്നലെ എന്നെ കൊച്ചി വിളിച്ചായിരുന്നേ, അലൻ വിളിച്ചായിരുന്നേ കേട്ടോ. ആണോ? ഓക്കെ ഓക്കെ. എന്നിട്ട് സംസാരിച്ചായിരുന്നല്ലേ? സംസാരിച്ച് ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. എങ്ങനെ പോകുന്നു? അലന് കർത്താവ് പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ കുഴപ്പമില്ല. അത് പിന്നെ ഇന്ന് അവിടെ ഫുൾ പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നല്ലോ ഇന്നലെ ബാംഗ്ലൂര് ക്രൈസ്റ്റ് ചർച്ചിലെ. അപ്പൊ ഇന്നും നാളെയൊക്കെ അവിടെ അവരുടെ ശുശ്രൂഷയുണ്ട്. അപ്പൊ ഇവനും പ്രാർത്ഥിക്കാനും കൂടെ ആയിരിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. ഏതായാലും അവൻ അതുപോലത്തെ മാച്ചായി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സമയമുണ്ടോ ഇത് പറയാൻ? ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ എന്നാ? ഇപ്പൊ പറഞ്ഞോ സിസ്റ്റർ. ആ പുസ്തകം വായിച്ചായിരുന്നോ? ഞാൻ കുറെ വായിച്ചു. നോക്കിയോ? അതെ, നോക്കി. ഇന്നെങ്ങനെ നമുക്ക് കിട്ടിയെന്നോട്ട് ആണേ. കഴിഞ്ഞ വർഷം മാതാവിന്റെ വെമ്പുന്ന ഹൃദയത്തിന് സമർപ്പിച്ച വർഷമല്ലായിരുന്നോ? അപ്പോ കാത്യമായിരുന്നു 100 വർഷം കഴിഞ്ഞ്. സഭ തന്നെ അതിനെ സ്വീകരിച്ചത് 1 വർഷമായിരുന്നു. അത് ഞങ്ങളും പരിശുദ്ധമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. ഇവിടത്തെ പ്രാർത്ഥനകളെല്ലാം ഈശോ പറയുന്ന പോലെ ഞാൻ ചെയ്യുള്ളൂ. ഇന്ന ദിവസം ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ നമ്മളെ. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, മോളെ മാതാവിന്റെ പ്രതിഷ്ഠ നടത്താം. ഒരു മിനിറ്റ്, അതിനാ സിസ്റ്റർ ഒരു കൈ കൂട്ടുന്ന പോലെ ഒരു ഒച്ച കേൾക്കുന്ന വീഡിയോ കേൾക്കാവോ? ഇപ്പൊ പോയോ? ഇപ്പൊ പോയി. പറഞ്ഞോ സിസ്റ്റർ. മാതാവിന്റെ വിമലഹൃദയത്തിനെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞേ, പ്രതിഷ്ഠ നടത്തണമെന്ന് പറഞ്ഞു മാതാവിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശോ എന്റെ കയ്യിൽ ഒരു ചെറിയൊരു വിമലഹൃദയ പ്രതിഷ്ഠയുടെ പടവും അതിന്റെ പുറത്തൊരു പ്രാർത്ഥനയുണ്ട്. പണ്ട് തൊട്ടേയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അത് ആണെന്ന് എന്റെ മനസ്സിലിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ ചൊല്ലിയേക്കാന്ന് പറഞ്ഞു. ഈശോ ചോദിച്ചത് ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു 2-3 ദിവസം ചൊല്ലി. പക്ഷെ എന്റെ ഉള്ളിൽ ഒരു തൃപ്തി വരുന്നില്ല. ഇതല്ലല്ലോ, ഇതല്ല ഈശോ ഉദ്ദേശിച്ചതെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ വേറൊന്നും എനിക്ക് അറിയത്തുമില്ല. ആ ദിവസം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം എനിക്കൊരു പുസ്തകം കിട്ടി. ഫ്രാൻസിസ് സാലസിന്റെ മരിയൻ പ്രബോധനങ്ങൾ എന്നൊരു പുസ്തകം. ആ പുസ്തകം വലിയൊരു പുസ്തകം. പ്രസാദിച്ച് അത് വേറെ ആരെയും കൊടുത്തു, അച്ഛനാരോ കൊടുക്കുക. അതെനിക്ക് കൊണ്ടു തന്നു. എന്നിട്ട് ഇത് ഒരെണ്ണേ ഉള്ളൂ, വായിച്ചിട്ട് തിരിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഞാൻ വായിക്കാനായിട്ട് പുസ്തകം എടുത്തു. അപ്പൊ നല്ല ഒരു ഒത്തിരി വലിപ്പമുള്ള ഒരു പുസ്തകം. അത് നമ്മുടെ ബൈബിളിന്റെ പകുതിയെങ്കിലും ഉണ്ട്. അപ്പൊ അതങ്ങനെ മാതാവിന്റെ പ്രബോധനം, അതായത് ഫ്രാൻസിസ് സാലസിന്റെ ആണല്ലോ നമുക്ക് ഞാൻ ആദ്യം കാണുന്നത് തുറക്കുക. അപ്പൊ ഫ്രാൻസിസ് സാലസ് മാതാവിനെ പറ്റി പറഞ്ഞ പ്രസംഗങ്ങളാണ് ആ പുസ്തകത്തിൽ മൊത്തം. അപ്പൊ ധ്യാനിക്കാൻ നല്ലതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുറന്നു ഹലോ കട്ടായി പോയോ സിസ്റ്റർ? കട്ടായി പോയോ? കുഴപ്പമില്ല. ഇപ്പൊ ഒരു പുസ്തകത്തിന്റെ പകുതി എത്തിയപ്പോഴേക്കും ഈ പുസ്തകം തീർന്നു. ഫ്രാൻസിസിന്റെ പുസ്തകം കഴിഞ്ഞു. എന്നിട്ട് അവിടെ ഒരു വലിയ ഹെഡിങ് എഴുതിയാണ്, ഫാത്തിമ മാതാവിനോടുള്ള 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ. ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ 33 ദിവസത്തെ വിമല പ്രതിഷ്ഠ ആദ്യം, അത് കഴിഞ്ഞ് അതിന്റെ ബാക്കിയായിട്ട് പിന്നെ എന്താ ലൂയിസ് മോൺഫോർട്ടിന്റെ വിമല ഹൃദയ പ്രതിഷ്ഠ, അത് 33 ദിവസത്തെയാണ്. ഇത് രണ്ടും ഉണ്ട്. ലൂയിസ് മോൺഫോർട്ടിന്റെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതെനിക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ എനിക്ക് ചെയ്തതാണ്. അപ്പം അത്ര എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ലായിരുന്നേ. അതിച്ചിട്ട് കഴിക്കാം, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ ആദ്യം രണ്ടും നോക്കി. അപ്പൊ ആദ്യത്തെ ഫ്രാൻസിസ് സാലസിന്റെതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ നിന്നോട് ഈ ആദ്യത്തെ വിമലഹൃദയ പ്രതിഷ്ഠ നടത്താനാ പറയുന്നതെന്ന് പറയാം. അപ്പൊ അത് വായിച്ചു നോക്കിയപ്പോ മാതാവിന്റെ തിരുനാൾ ദിവസങ്ങളിലെ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തേണ്ടത്. അപ്പൊ അതിന്റെ 33 ദിവസം മുമ്പ് പ്രേയർ നമ്മൾ തുടങ്ങണം. എന്നിട്ട് തലേ ദിവസം പ്രേയർ മുഴുവൻ തീർന്നിട്ട് ആ പ്രതിഷ്ഠ തിരുനാൾ ദിവസം നമ്മൾ പ്രതിഷ്ഠയാണ് നടത്തുന്നത്.
പറഞ്ഞു. അപ്പൊ നമുക്ക് സന്തോഷമായി. അപ്പൊ ജനുവരി ആദ്യം ഫെബ്രുവരി ആദ്യം എന്റെ കൈ കിട്ടുക. അപ്പൊ ഞാൻ പറ്റുന്ന ഈശോ നാളെ തന്നെ തുടങ്ങിയത്. കാരണം ഈശോ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. അല്ല ഇന്ന് തന്നെ തുടങ്ങിയ കാര്യമാണ്. പുസ്തകം കിട്ടി കയ്യിലുണ്ടല്ലോ. അന്ന് തന്നെ പോയി അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് ഒരു 6 എടുത്തു. എന്നിട്ട് അന്ന് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞപ്പോ ഈശോ പറഞ്ഞു വേണ്ട, ഞാൻ പറഞ്ഞിട്ട് തുടങ്ങിയാവോ എന്ന് പറയാം. അപ്പൊ എന്താ പറയുന്നത്, ഞാൻ പറയാം. ആദ്യം ഒരുക്ക പ്രാർത്ഥന വേണോന്ന് പറഞ്ഞു. അപ്പം ഈ ക്രിസ്ത്യാനികരണമാണ് ഒരുക്ക പ്രാർത്ഥനയായിട്ട് ചെല്ലാൻ പറഞ്ഞത്. ക്രിസ്ത്യാനികരണവും പിന്നെ ലൂയിസ് മോൺഫോർട്ടിന്റെ ഒരു ഒരുക്ക പ്രാർത്ഥനയുണ്ട് 2000. അതിനൊരു 10 ദിവസം ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. ആദ്യമായിട്ട് ചെയ്യുമല്ലോ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഫെബ്രുവരി 9-ാം തീയതി മുതൽ ഫെബ്രുവരി 19-ാം തീയതി വരെ 10 ദിവസം ഒരുക്ക പ്രാർത്ഥന നടത്തി. ഒരുക്ക പ്രാർത്ഥന നടത്താനായിട്ട് അപ്പൊ ഈ സാധാരണ പ്രാർത്ഥന ജപമാല് ബൈബിള് വായിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുക്ക പ്രാർത്ഥന ഒരുക്കം. ഫെബ്രുവരി 20-ാം തീയതി ഈ പ്രാർത്ഥന തുടങ്ങണം. മാർച്ച് 25-ാം തീയതി പ്രതിഷ്ഠ നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റ് ഞങ്ങളുടെ മംഗളവാർത്ത തിരുനാൾ മാർച്ച് 25-നാണ് ഈ മഠത്തിന്റെ ഫീസ്റ്റാ. മാതാവ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞത് മംഗളവാർത്ത തിരുനാളിലാണ്. ഞാൻ വോളണ്ടിയേഴ്സിന്റെ പേര് സർവേഴ്സ് ഓഫ് ദി ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്. അപ്പൊ മാതാവിന്റെ ദാസികള്, അങ്ങനെയാണ് ഈ പേര് തിരുനാളും എല്ലാം ഒന്നിച്ചു വന്നത്. പിന്നെ ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി രൂപയിൽ സ്വീകരിച്ചത് 24-ാം തീയതി പിതാവിനെ കാണുമ്പോൾ 25-ാം തീയതി ആണ് പിതാവ് ഞങ്ങൾ പറഞ്ഞ നല്ല തന്നെയിലേക്ക് പൊക്കോളെ. അത് മംഗളവാർത്ത തിരുനാളാണ്. അപ്പൊ മഠം തുടങ്ങിയതും മാർച്ച് 25-ാം തീയതിയാണ്. ഇതൊക്കെ യാദൃശ്യമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ അത് ദൈവപദ്ധതിയായിരുന്നു നമുക്ക് പിന്നെ മനസ്സിലാവുക. അങ്ങനെ അതുകൊണ്ട് 25-ാം തീയതി ആദ്യത്തെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ ഈശോ പറഞ്ഞു, മോളെ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലാനുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാ. ജീവിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. കാരണം അധര ഫലങ്ങളാണ് സ്തോത്രയാഗമായി ദൈവസന്നിധിയിലെത്തുന്നത്. അധര ഫലം എന്ന് പറയുന്നത് നിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ, അത് പ്രാർത്ഥനയുടെ വാക്കുകള് സ്തോത്ര ബലിയാവുകയാണ്, പ്രാർത്ഥനയാവുമ്പോൾ. അങ്ങനെ അതാണ് ബലിയായിട്ട് സ്വർഗത്തിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഫലങ്ങൾ അർപ്പിക്കണം. അതോടൊപ്പം അത് പൂർണ്ണമായിട്ടും ദൈവത്തിന് സ്വീകാര്യമാകണമെങ്കിൽ വിമലഹൃദയ പ്രതിഷ്ഠ മാതാവിനെ പോലെ ജീവിച്ചുകൊണ്ട് ആ പ്രതിഷ്ഠ ചെല്ലണം. എങ്കിലും അത് ഗുണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു, ജീവിക്കാൻ വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞു. എങ്ങനെ ജീവിക്കുന്നത് നന്നായിട്ട് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങിയ അതാണല്ലോ നമുക്ക് എനിക്കറിയാവുന്ന ഒരു കാര്യം. കുമ്പസാരിച്ചൊരുങ്ങുക, പിന്നെ കുറച്ച് എന്തെങ്കിലും ദാനധർമ്മം അങ്ങനെയൊക്കെ വലിയ ഉപകാരമൊക്കെ ഉള്ളവർക്കും ചെയ്യുക. ഇത്രേ അറിയത്തുള്ളൂ. ഈശോ പറയും, മോനെ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ. പുണ്യങ്ങൾ ചെയ്യണം. പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ. അതായത് പുണ്യങ്ങൾ ചെയ്തവരാണ് പുണ്യങ്ങൾ ചെയ്ത് പുണ്യവാന്മാരും പുണ്യവതികളുമായി തീരുന്നത്. വിമലഹൃദയ പ്രതിഷ്ഠ വിശുദ്ധിയിൽ വളർന്ന് പുണ്യത്തിലൂടെ വളർന്ന് വിശുദ്ധിയിൽ എത്തിച്ചേരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പുണ്യങ്ങൾ ചെയ്യണം. അപ്പൊ എന്നോട് ചോദിച്ചു, ഇനി പുണ്യം എന്നതാ? ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുണ്യമല്ലേ? ഈശോ പറയുമ്പോൾ സഭ അങ്ങനെ കാട് കയറി വർത്താനം പറയാറില്ല. സഭയ്ക്ക് എല്ലാത്തിനും കൃത്യമായ ഉത്തരവുണ്ട് എന്താണ് എന്നുള്ളതിന്. അപ്പൊ അതുകൊണ്ട് വെറുതെ പുണ്യമെന്ന് പറയരുത്. നല്ല കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു. ജാതി ഇല്ലാത്തവനും ചെയ്യുന്നുണ്ട്, മതമില്ലാത്തവനും ചെയ്യുന്നുണ്ട്, വിജാതീയരും ചെയ്യുന്നുണ്ട്, അവിശ്വാസം എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല കാര്യം ചെയ്യുന്നതെല്ലാം പുണ്യമാണെന്ന് വിചാരിക്കുന്നത്. പാപം എന്താന്ന് ചോദിച്ചു. അപ്പൊ കൽപ്പനകളുടെ ലംഘനമാണ് പാപം. അതെ, തിരുസഭ പാപത്തെ കുറിച്ച് എന്താണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. അനുതാപ ശുശ്രൂഷയിൽ തിരുസഭ കുമ്പസാരം എന്ന അനുതാപ ശുശ്രൂഷ വെക്കുന്നത് കൂദാശയാണ്. ആ കൂദാശയിൽ അതിനൊരുക്കമായിട്ട് പാപത്തെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പാപമെന്ന് അതിനനുസരിച്ച് കുമ്പസാരിക്കല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാപം എന്താ? വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിക്കാനും വരുത്തുന്ന പ്രവൃത്തിയാണ് പാപം. അങ്ങനെ വരുമ്പോൾ ചിന്തയില് പുണ്യം വേണം, വാക്കിൽ പുണ്യം വേണം, പ്രവൃത്തിയിൽ പുണ്യം വേണം, ഉപേക്ഷയിൽ ത്യാഗത്തിൽ വീഴ്ച വരുത്തരുത്, ഉപേക്ഷിക്കരുത് ത്യാഗങ്ങൾ. ഈ 4 കാര്യത്തിലാണ് പാപമെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റില്ല പുണ്യം. അതെ, അപ്പൊ അതാണ് പുണ്യം. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷ വരുത്താതെ ചെയ്യണം, അതാ പുണ്യം. അപ്പൊ അതുകൊണ്ട് പുണ്യങ്ങൾ ചെയ്യുമ്പോൾ അതാണ് നീ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധർക്ക് ഈ രഹസ്യങ്ങൾ അറിയാമായിരുന്നു. ഇത് വലിയ രഹസ്യങ്ങളാണ്.
ചെറിയ ഭാഷയിൽ ചെറിയ വാക്കുകളിൽ എഴുതിയിരിക്കുന്നതാണിത്. എന്നെ ഞാൻ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ. അതുകൊണ്ട് പുണ്യം ചെയ്യണം. അതുകൊണ്ട് മോള് പുണ്യ വിചാരത്താല് പുണ്യം ചെയ്യണം. നീ മോൾക്കറിയോ, പിതാവായ ദൈവത്തിന് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണെന്നല്ലേ പറയുന്നത്? അങ്ങനെയല്ലേ ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, പിതാവിന് മനസ്സുണ്ടെന്ന്. കാരണം തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. അപ്പൊ മനസ്സൊന്നും ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമല്ലേ? ചിന്തിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മോനെ ഒന്ന് ചിന്തിച്ച് ഇപ്പോൾ നീ ഒരു പുണ്യം ചെയ്യാമോന്ന് ചോദിച്ചു. വിചാരത്താൻ ഒരു പുണ്യം ചെയ്യാം. അപ്പൊ നീ ഇങ്ങനെ വിചാരിക്കുക, നന്നായിട്ട് പള്ളിയിലേക്ക് നീ കയറി ചെന്നപ്പം പള്ളിമുറ്റത്ത് നിന്ന് പള്ളി നിനക്ക് നല്ല പരിചയമുള്ള ഒരാള് സംസാരിക്കുക. വിചാരത്തിന് എങ്ങനെ പുണ്യം ചെയ്യുന്നത് നീ അറിഞ്ഞിരിക്കണം. അപ്പൊ അയാള് നല്ല പിന്നെ പ്രാർത്ഥനക്കാരനാണ്, അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ ആള് വളരെ മോശമായ രീതിയിൽ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തെന്ന് നീ അറിഞ്ഞു. ആ കാര്യങ്ങളെല്ലാം നിനക്കറിയാം. അറിഞ്ഞോണ്ട് വെച്ച് നീ കയറി ചെല്ലുമ്പോൾ ഇയാൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് നീ കേൾക്കുകയും ചെയ്യണം. ഉടനെ നിനക്ക് അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം വന്നു. പക്ഷെ കാണിക്കാൻ പറ്റത്തില്ലോ, പള്ളിമുറ്റമല്ലേ, എല്ലാവരും ഉണ്ട്. ഇയാൾ വളരെ വിദഗ്ധമായിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം നീ മനസ്സിൽ എങ്ങനെ ചിന്തിക്കുക, ഇവനൊക്കെ പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞിട്ടല്ല കാര്യം. ഇനി കർത്താവ് തന്നെ നേരിട്ട് വന്നവരെ ശരിയാക്കട്ടെ. അത് നീ പോസിറ്റീവായിട്ട് പറഞ്ഞതല്ല, നെഗറ്റീവായിട്ട് പറഞ്ഞതാണ്. കാരണം കർത്താവ് നേരിട്ട് വന്ന് പഠിപ്പിച്ചാലേ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഇവനെ അടിച്ച് ഷേപ്പ് മാറ്റി ശരിയാക്കുമെന്നാണ് നീ ഉദ്ദേശിച്ചത്. നല്ലപോലെ ഉപദ്രവിച്ച് വേദനിപ്പിച്ച് ഇവനെ ഒന്ന് ശരിയാക്കി എടുക്കും ദൈവം എന്നാണ് നീ ഉദ്ദേശിച്ചത്. അതായത് നീ മനുഷ്യർ ചെയ്ത ഈ ശരിക്ക് ശരിയാവുകയില്ല, ദൈവം ചെയ്ത് അത് നല്ലപോലെ ചെയ്യുമല്ലോ. അതായത് മാക്സിമം അയാൾക്ക് ഉപദ്രവം കിട്ടണം, വേദന ഉണ്ടാകണം എന്നോർത്ത് നീ പറഞ്ഞ വാക്കാത്. അല്ലാതെ ദൈവസ്നേഹം പറഞ്ഞൊന്നുമല്ല ദൈവം വന്നയാളെ പഠിപ്പിക്കട്ടെന്ന് ഞാൻ പറഞ്ഞല്ല. ഇത് അങ്ങനെ തന്നെയാ. അപ്പൊ ഈശോ പറയുമ്പോളെ ഇതേ കാര്യം തന്നെ പിതാവായ ദൈവമാണ് എങ്ങനെ ചിന്തിക്കുന്നത് നമുക്കറിയാമോ എന്ന് ചോദിച്ചു. പിതാവാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കും, എന്റെ മകനെ ബലി അർപ്പിച്ചിട്ട് പോലും ശരിയായില്ലല്ലോ, ഇനി ഇവനെ രക്ഷിക്കാൻ എന്താ ചെയ്യണ്ടേ? അതായത് രക്ഷിക്കുന്നതിനെ കുറിച്ച് മാത്രമേ പിതാവ് ചിന്തിക്കുള്ളൂ, ശിക്ഷിക്കുന്നതിനെ കുറിച്ചാണ് നീ ചിന്തിക്കണേ. ശിക്ഷിച്ച് നന്നാക്കാമായിരുന്നുവെങ്കിൽ എന്റെ കുഞ്ഞ് ആകാശത്തിൽ ഇടിമിന്നലായിട്ട് എനിക്ക് മനുഷ്യനെ രക്ഷിക്കാമായിരുന്നില്ലേ? ഭൂമി കുലുക്കി എനിക്ക് രക്ഷിക്കാമായിരുന്നില്ലേ മനുഷ്യനെ പേടിപ്പിക്കാനാണെങ്കിൽ? എനിക്ക് എന്തായിരുന്നു ചെയ്യാൻ മേലാത്തത്? ഒരിക്കൽ പ്രളയം കൊണ്ട് ലോകത്തെ മുഴുവൻ നശിപ്പിച്ചതല്ലേ? എന്നിട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ രക്ഷിക്കാൻ വരേണ്ട കാര്യമില്ല. ആ പണി പിന്നെ 3-4 പേരെ വെച്ച് രക്ഷിച്ചുള്ളൂ. അവരെ രക്ഷിച്ച് അവരിലൂടെ ക്യാമറ ഉണ്ടാക്കിയാൽ പറയണോ? അല്ല, അങ്ങനെയല്ല ദൈവം രക്ഷിക്കുന്നത്. ശിക്ഷിച്ചല്ല രക്ഷിക്കുന്നത്. അവൻ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് നിന്നെ വെറുതെ വിടുക ചെയ്യണേ. നിന്നെ കൊണ്ടല്ല ജയിക്കുന്നേ, നിന്നെ വെറുതെ വിടുക ചെയ്യണേ. അതുകൊണ്ട് അങ്ങനെ പിതാവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാന്ന് കരുതുക. ഇനി മോള് നെഗറ്റീവായിട്ട് ചിന്തിച്ച ഒരു കാര്യം പോസിറ്റീവായിട്ട് ഇപ്പൊ ചിന്തിച്ചാൽ അതൊരു പുണ്യമാവും. അപ്പൊ ഞാൻ പറഞ്ഞു, ചിന്തയില് പുണ്യം വലിയ പുണ്യമൊന്നുമല്ലോ, അതാരും അറിയില്ലല്ലോ. പിന്നെ വാക്കിന് പണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുകയും പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ത്യാഗം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാതെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെയല്ലേ വലിയ വലിയ പാപം. അപ്പൊ എനിക്ക് പറയും, മോളെ ചിന്തയാണ് പാപത്തിന്റെയും പുണ്യത്തിന്റെയും തല. ചിന്ത പരിശുദ്ധമാണെങ്കിൽ വാക്കുകൾ പരിശുദ്ധമായിരിക്കും, പ്രവൃത്തി പരിശുദ്ധമായിരിക്കാം, ത്യാഗങ്ങളൊന്നും ഉപേക്ഷിക്കത്തില്ല. ചിന്ത അശുദ്ധമാണോ എന്തുമാത്രം ഒളിച്ചു വെച്ചാലും ഒരു നാൾ വാക്കുകളായിട്ട് അത് പുറത്തു വരും, പിന്നീട് ഒരിക്കൽ പ്രവൃത്തിയായിട്ട് അത് പുറത്തു വരും. പിന്നീട് അത് ഒരു ത്യാഗവും ഒരു സഹവും ഏറ്റെടുക്കുകയല്ല, സ്വന്തം സുഖത്തേടി ആത്മാവ് നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചിന്ത എന്ന് പറയുന്നത് തിരുസഭ 4 കാര്യങ്ങൾ വെച്ചപ്പോൾ ഒന്നാമത് വെച്ചത് ചിന്തയാണ്. അതിന് വരില്ലാതെ എന്താ വെച്ചിരിക്കുന്നത്? ആ 4 എണ്ണത്തിനും ഒരേ പ്രാധാന്യം കൊടുത്തിരിക്കുന്നേ. അതുകൊണ്ട് നീ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നിന്റെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ചിന്തയ്ക്ക് ഒരുപാട് വിലയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ഇപ്പം ഒരു കാര്യം ചിന്തയിൽ ഒരു പുണ്യം ചെയ്യാൻ പറയാം. ഇപ്പൊ ഞാൻ നെഗറ്റീവായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യം പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിച്ചു. പറഞ്ഞ മോളെ, ഈ ചിന്ത വരുമ്പം അപ്പൊ പിതാവായ ദൈവം ചിന്തിക്കണമെന്ന് നീ ഇപ്പൊ ചിന്തിച്ചു ഇല്ലേ? അപ്പൊ എന്നെ സംഭവിച്ചെന്ന് അറിയാൻ പറ്റും. പിതാവിന്റെ തിരുമനസ് ഇപ്പോൾ ഭൂമിയിൽ സംഭവിച്ചു.
പിതാവ് ആഗ്രഹിച്ച കാര്യം, സ്വർഗത്തിലിരുന്ന് പിതാവ് ആഗ്രഹിച്ച കാര്യം നീ ഇപ്പൊ ചിന്തിച്ചില്ലേ? ചിന്തിച്ചപ്പം പിതാവിന് തിരികെ സ്വർഗത്തിലെ പല ഭൂമിയിൽ വന്നില്ലേ? ഇവിടെ നിന്റെ ഹൃദയത്തിൽ, നിന്റെ ചിന്തയിൽ പിതാവിന്റെ തിരുമനസ് സ്വർഗത്തിലെ പല ഭൂമിയിലും വന്നു. പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ നിന്റെ ഉള്ളിലാണ്. അതൊരു വലിയ സമയമായിരുന്നു. എനിക്കത് അനുഭവപ്പെടുവാണ്. നമ്മള് മനുഷ്യനാണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. നമ്മളൊരു ജീവിയാണെന്ന് പോലും തോന്നത്തില്ല. നമുക്ക് അസ്തിത്വം ഉണ്ടെന്ന് പോലും തോന്നത്തില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഭാഗമായി പോയ പോലെ തോന്നും. നമ്മളല്ലാതെ നമ്മളിൽ വേറെ ആരോ വസിക്കുന്നത് പോലെ. വേറൊരാള്, ആ ആള് നമ്മുടെ സ്നേഹം തന്നെ നമ്മളിൽ വന്ന് വസിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അതെനിക്ക് വാക്കുകളിൽ എനിക്ക് പറയാൻ അറിയത്തില്ല. ആ ഒരു അനുഭവം ഒരു കോടിയുടെ ഒരു നിമിഷത്തിൽ, അത്ര നിമിഷത്തിനേ ഉള്ളൂ. ഇങ്ങനെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു സാധനമൊന്നും അല്ലത്. വന്നു പോയി ഒരു കാറ്റ് പോലെ, അത്രേ ഉള്ളൂ. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഇത് കണ്ടോ പിതാവിന്റെ തീരുമാനം സ്വർഗം. ഇപ്പൊ പിതാവ് എവിടെയാ? നിന്റെ ഉള്ളിൽ. പിതാവ് ഇരിക്കുന്നതാ സ്വർഗം. കാരണം പിന്നെ തിരിച്ചു പോരും. പുത്രൻ എവിടെയുണ്ട്? പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? പരിശുദ്ധ അമ്മ എവിടെയുണ്ട്? പിതാവുണ്ട്. എല്ലാ വിശുദ്ധരും മാലാഖമാരും എവിടെയുണ്ട്? കാരണം ദൈവം ഇരിക്കുന്നിടത്തല്ലേ അവർ സ്വർഗം ഇരിക്കുന്നത്. അതെ. അപ്പൊ സ്വർഗം ഇപ്പൊ പിതാവിന്റെ സാന്നിധ്യത്തിന്റെ ഉള്ളിലായി. ഇനി നീ സംസാരിക്കാൻ പോവാണ്. നിനക്ക് പറയാൻ ന്യായമായ കാര്യങ്ങളുണ്ട്. അവരുടെ ഭാഗത്ത് വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഒരാളുടെ ഭാഗത്തുനിന്ന്. അതിന് രണ്ടെണ്ണം പറഞ്ഞാലേ ശരിയാവുള്ളൂ. രണ്ടെണ്ണം പറയാൻ നിനക്ക് അറിയുകയും ചെയ്യാം. അവരത് കേൾക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. പറയേണ്ട ന്യായമായ കാരണങ്ങളാണ് താനും. അന്നേരം പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഇത് എനിക്ക് മനസ്സിലായെന്നവരൊന്നും അറിയട്ടെ എന്ന് കരുതി നീ ഇത് പറയാനായിട്ട് പോവാ. പറയേണ്ട വാക്കുകളെല്ലാം ക്രമീകരിച്ച് അത് ഒരുങ്ങി പോയപ്പം പറയാണ് വേണ്ട. കാരണം ഇത് പുത്രന്റെ ഇഷ്ടമല്ല. കാരണം ആദരത്തിൽ നിന്ന് വരുന്നത് വചനമാണ്. അപ്പം വചനത്തിന് ചേരാത്തതൊന്നും എന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അത് പുത്രന് ഇഷ്ടമില്ല. അവിടത്തേക്ക് അത് ചേരത്തില്ലാത്തത് കൊണ്ട് പുത്രന് വേണ്ടി ഞാൻ എന്റെ ആദരങ്ങൾ പൂട്ടി. പറഞ്ഞില്ല. പറയാൻ വന്നതൊന്നും പറഞ്ഞില്ല. പറയണം പറഞ്ഞാലും ശരിയാവണം നമുക്ക് തോന്നി, പക്ഷെ പറഞ്ഞില്ല. അപ്പോ പുത്രന് വേണ്ടി നിന്റെ ആദരങ്ങൾ നീ അടച്ചു. പുത്രന് ചേരാത്ത വാക്കുകൾ പറയാതിരിക്കാൻ, ദൈവവചനത്തിൽ ചേരാത്ത വാക്കുകൾ പറയാതിരിക്കാൻ, വചനമല്ലാത്തതൊന്നും അധികം വരാതിരിക്കാൻ ദുഃഖിച്ചു നീ. അപ്പൊ പുത്രന്റെ സാന്നിധ്യം നിന്റെ ആദരത്തിലൂടെ നിന്നിലേക്ക് വരിക. വാക്കുകളുടെ പറയാത്ത ആ വാക്കുകൾ വചനമായി മാറി. അപ്പൊ പുത്രൻ സന്തോഷമായി. പുത്രന്റെ സാന്നിധ്യം എവിടെയായി? നിന്റെ ഉള്ളിലായി. വചനമായി, വാക്കുകളായി. അത് ഉള്ളിൽ വന്ന് വസിച്ചു. പുറത്തു പോയില്ല. ഉള്ളിലിരിക്കുന്ന പുത്രൻ. പിതാവിന്റെ അടുത്തേക്ക് പുത്രനും കൂടെ വന്നു. ഇനി അടുത്തത് അപ്പൊ പുത്രന്റെ സാന്നിധ്യമായല്ലോ. പരിശുദ്ധാത്മാവ് ചലനമാണ്. ദൈവത്തിന്റെ ചലനമാണ് പരിശുദ്ധാത്മാവ്. പ്രവൃത്തികളാണത്. അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാനത് അതങ്ങ് ചെയ്ത് കാണിച്ചേക്കാം. ഇത് ഒരാൾക്ക് അവർക്ക് മാത്രം പറ്റുന്ന കാര്യം. അവർക്ക് ഇങ്ങോട്ട് ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് ചെയ്തില്ലേ? ഞാനത് അങ്ങനെ തന്നെ ഞാൻ ചെയ്യും. ഇത് ന്യായം. അവരൊന്ന് മനസ്സിലാക്കട്ടെ. ഇത് ഒത്തിരി കാലമായിട്ട് തുടങ്ങിയിട്ട് അവരൊന്ന് മനസ്സിലാക്കട്ടെ. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. അവർക്ക് മാത്രം പറ്റുന്ന കാര്യമല്ലെന്ന്. ഞാൻ അങ്ങനെ എത്ര അവരെ ഇങ്ങനെ വെറുതെ വിട്ട് ഞാനൊരു മണ്ടനാന്ന് വിചാരിക്കത്തില്ലേ? അല്ലെ വെട്ടിയാന്ന് വിചാരിക്കത്തില്ലേ? നമുക്ക് കഴിവില്ലെന്ന് വിചാരിക്കത്തില്ലേ? അപ്പൊ അതുകൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇനി ഇപ്പൊ ഈ അവര് തന്നെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. ഇനി ഇങ്ങനെ വെറുതെ വിട്ട ശരിയല്ല. നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അവരൊന്ന് മനസ്സിലാകട്ടെ എന്ന് കരുതി ഒരു കാര്യം ചെയ്യാൻ പോവാ. ഇത് ചെയ്യാൻ തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ല. പരിശുദ്ധാത്മാവാണ് ഇങ്ങനെ ചെയ്യല. പരിശുദ്ധാത്മാവ് ക്ഷമിച്ച് സാരമില്ലെന്ന് പറഞ്ഞ് വെറുതെ വിടുകയുള്ളൂ എല്ലാവരും. ആ സമയത്ത് ഞാൻ ആരെയും വെറുതെ വിടാതെ അവരെയൊക്കെ പ്രതികാരം ചെയ്യാൻ പോവാ. ഒരു പ്രവൃത്തിയിലൂടെ എന്റെ ശക്തി തെളിയിക്കാൻ പോവുക. അപ്പൊ പിന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ തെളിയും. എന്റെ ശക്തി ഞാൻ തെളിയിക്കാൻ പോവാണ് ഒരു പ്രവൃത്തിയിലൂടെ. അത് വേണ്ട. ഇത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ല ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചു. പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തി ശാന്തമായി ചെയ്തുകൊള്ളട്ടെ. ദൈവത്തിന്റെ ചൈതന്യം പ്രപഞ്ചത്തിന്റെ മീതെ ഊടുവല്ല ചലിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊരു താളമുണ്ട്. അതുകൊണ്ട് ആ ചലനം നടന്നോട്ടെ. പരിശുദ്ധാത്മാവിന്റെ എന്റെ മനസ്സിനെ ശാന്തമാക്കിയ
ആ പ്രവൃത്തി ഞാൻ ചെയ്തില്ല. അപ്പോൾ ശാന്തവും സ്വസ്ഥവുമായ ആ പ്രവൃത്തി ചെയ്യാതിരുന്ന എന്റെ ഉള്ളിലേക്ക് പ്രവൃത്തി ചലനമായി പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് എന്റെ കൂടെ ചലിക്കാൻ പറ്റുന്നു. ഇപ്പൊ സംഘർഷമില്ല. അപ്പൊ ചലിക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെ വന്ന് എന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള എന്റെ പ്രവൃത്തികളില്. അപ്പൊ കണ്ണുകൾ ഉരുട്ടി ഞാൻ നോക്കുകയാണ്, വായ തലറ് ഞാൻ സംസാരിക്കില്ല, എനിക്ക് കേൾക്കേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ തിരിഞ്ഞ് ഞാൻ ഇറങ്ങി പോവുകയാണ്, കൈ ഉപയോഗിക്കുകയാണ്, ആരും തല്ലുകയാണ്, സാധനങ്ങൾ വലിച്ചെറിയുകയാണ്, എനിക്ക് ദേഷ്യമുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കത്ത് ചവിട്ടി തൂക്കി ഞാൻ നടന്നു പോവുകയാണ്, എന്റെ ശരീരത്തെ ദൈവത്തിന് ചേർന്ന് വെച്ച് ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ചലനത്താൽ പരിശുദ്ധാത്മാവ് തന്നെ എന്നെ നിയന്ത്രിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ എന്നിലുള്ളൂ. ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്നു. ഇപ്പൊ പരിശുദ്ധ ത്രിത്വം നിന്റെ ഉള്ളിലെത്തി. സ്വർഗം ഭൂമിയിൽ വരും. ഇതാണ് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തേണ്ടത്. ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ എന്റെ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരാത്മാവും നശിച്ചു പോകത്തില്ല. ഞാൻ വരുമ്പോൾ നിങ്ങളെ നിത്യജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുക്കമുള്ളവരായി കാണപ്പെടാൻ വേണ്ടിയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ പറഞ്ഞത്. ഈ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് നിങ്ങൾ. ഞാൻ ഇവിടുന്ന് പോയി എന്നിട്ട് ഞാൻ പറഞ്ഞതെന്താ, ഞാൻ തിരിച്ചു വരുമെന്ന്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നു, നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോരുന്നു. നിങ്ങൾ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണല്ലോ ഇപ്പൊ, സ്വർഗത്തിലേക്ക്. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരാം. അപ്പൊ നമ്മൾ വഴിക്ക് വെച്ച് കാണാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ വരുമ്പോ ഈ യാത്രയിൽ നിങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് ഇടവരണം. അതുകൊണ്ടാണ് പുണ്യങ്ങൾ ചെയ്ത് വിമലഹൃദയ പ്രതിഷ്ഠ നടത്തണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോ ഈ പുണ്യം നീ ചെയ്യുമ്പോൾ എന്താണ് പുണ്യമെന്നും എന്താണ് അതിന്റെ ഫലമെന്നും എങ്ങനെയാ അത് ചെയ്യേണ്ടതെന്നും നീ അറിഞ്ഞിരിക്കണം. അപ്പൊ തോന്നുന്ന പോലെ എന്തെങ്കിലും അത് കുറെ നല്ല കാര്യം ചെയ്യുമല്ല ചെയ്യുന്നത്, പുണ്യങ്ങളായി തന്നെ അത് ചെയ്യണം. ഓരോ പുണ്യം ചെയ്യുമ്പോൾ നീ പറയണം, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണം. ആദ്യത്തെ 3 ദിവസം 3 പുണ്യങ്ങൾ ചെയ്താൽ മതി. 3 പുണ്യങ്ങൾ. അത് ചെറിയ കാര്യങ്ങൾ നീ ചെയ്താൽ മതി. പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിച്ചേക്കാം. നീ എത്രയും ചെയ്താൽ മതി. ആ കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് വരുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്തുതിയായി മാതാവിന്റെ വിമല അത്രയും മതി. അപ്പൊ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവുകയാണ്. പുണ്യങ്ങളാണ് സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് സ്വീകരിക്കുള്ളൂ. വേറെ ഒന്നും അവിടെ നിക്ഷേപങ്ങളില്ല. അപ്പൊ നീ ഇത് പറയുമ്പം അമ്മ ഉടൻ തന്നെ അത് പരിശുദ്ധ ത്രിത്വത്തിലേക്കാണ് അമ്മ നിക്ഷേപിക്കുന്നത് നീ കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഹ വീഡിയോയും ഓഡിയോയും പിടിച്ചു നടക്കും. അതിന്റെ പറയും നിന്റെ ഓരോ നിമിഷത്തെയും അവര് പിടിച്ചോണ്ടിരിക്കുക. വീഡിയോയും ഉണ്ട്, ഓഡിയോയും ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇതെല്ലാം എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും 24 മണിക്കൂർ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അങ്ങോട്ട് സ്വർഗത്തിൽ അതെല്ലാം നിങ്ങൾ കണ്ടോണ്ടിരിക്കണമെന്ന് ചോദിച്ചു എല്ലാരും കൂടെ. പറയാം, എന്റെ മോളെ സ്വർഗത്തിൽ ഇതൊന്നും ആർക്കും കാണേണ്ട കാര്യമൊന്നും, അവിടെ എല്ലാവർക്കും എല്ലാം അറിയാം. പിന്നെ എന്താണെന്നറിയോ, നിന്നെ വിളിച്ച് ഞാൻ എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്ന ദിവസം നീ ചെയ്തതും പറഞ്ഞതും ചിന്തിച്ചതും ഉപേക്ഷിച്ചതുമായ കാര്യങ്ങളെല്ലാം എന്നോട് ഞാൻ പറയുമ്പോൾ അതെല്ലാം ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കേൾപ്പിക്കുമ്പോൾ ഇല്ല, ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നീ പറയും. അപ്പൊ നിനക്കൊരു തെളിവിനായിട്ട് എടുത്ത് വെച്ചിരിക്കണമെന്ന് പറയും. നിന്നെ കാണിക്ക അത് അന്നേരം കാണാന്ന് പറഞ്ഞല്ല, നീ ചിന്തിച്ചത് ഉറക്കെ കേൾക്കാം, നീ പറഞ്ഞത് കേൾക്കാം, നീ പ്രവർത്തിച്ചത്, നീ ഉപേക്ഷിച്ച ത്യാഗങ്ങൾ എല്ലാം അതിനുവേണ്ടി കേട്ടോ മോളെന്ന് പറഞ്ഞു. അപ്പൊ അത് ഓർത്തോണം മോള് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ 3 പുണ്യങ്ങള് ചെറിയ കാര്യങ്ങളെ സമർപ്പിക്കാവുള്ളൂ. വലിയ പുണ്യം കൊണ്ട് തരണ്ട മോള്. വലിയ ഒരു ആത്മാവിന് വേണ്ടി നീ ഒരു 10 കൊണ്ട് എഴുതി അത് ധ്യാനത്തിന് പോയെന്ന് എഴുതുക. മോൾ എന്നാ പറയുന്ന അറിയാന്ന് ചോദിച്ചു. ഞാൻ 10 കൊണ്ട് എഴുതിയത് കൊണ്ടാ അത് കഴിഞ്ഞ് ഞാൻ അവരാ ധ്യാനത്തിന് പോയത്. അപ്പൊ നിന്റെ 10 കൊണ്ടയാണ് അവര് രക്ഷിച്ചത്. എന്റെ മോളെ, ഞാൻ എല്ലാവരെയും രക്ഷിച്ചു കഴിഞ്ഞതാണ്. അവര് രക്ഷപ്പെട്ടെന്നുള്ള കാര്യം അവരോടൊന്ന് പോയി പറയുന്ന പണിയെ നിനക്കുള്ളൂ. അതാ ഞാൻ മോളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത്രയും പറഞ്ഞാൽ മതി. നിനക്ക് ആരെയും രക്ഷിക്കാനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചെറിയ പുണ്യങ്ങൾ മതിയെന്ന്, കുഞ്ഞു കാര്യങ്ങൾ കാഴ്ചവെച്ചാൽ മതിയെന്ന്. എനിക്കൊരു വില ഇവിടെ കിട്ടിയാൽ മതി. ഇനി ഓരോ കാര്യത്തിനു വേണ്ടി നിക്ഷേപം സ്വർഗത്തിൽ സ്വീകരിക്കണം. എന്തുമാത്രം ആ കാര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തു, എന്തോരം സഹിച്ചു എന്നുള്ളത്, എന്തുമാത്രം സ്നേഹിച്ചു, ഇതിനനുസരിച്ചായിരിക്കും അത് എളിമപ്പെടുന്നത്. എന്തുമാത്രം എളിമപ്പെട്ടു ആ കാര്യം ചെയ്യാൻ പറ്റിട്ട്, എന്തുമാത്രം സഹിച്ചു. ഇത് സ്നേഹത്തോട് ചേർന്ന് നിൽക്കുള്ളൂ ഈ 2 കാര്യങ്ങളും. അതിനനുസരിച്ചാണ് ഇതിനോട് മാർക്ക്
കണക്കിടാൻ പറഞ്ഞു, തുകയിടാൻ പറഞ്ഞിരിക്കുന്നത് മാലാഖമാരുടെ. അവർക്കറിയാതെ അതനുസരിച്ച് അവരാ തുക നിക്ഷേപിക്കും സ്വർഗത്തിലേക്ക്. മാതാവിന്റെ കൈ കൊടുക്കും, മാതാവ് നിക്ഷേപിക്കുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ നീ ഒരു മാങ്ങ നിന്നോട് വിശന്ന് വന്ന ഒരാൾക്ക് നീ ഒരു മാങ്ങാപ്പഴം കൊടുക്കുന്നത് കരുതുക. ആ മാങ്ങാപ്പഴം കൊടുക്കാൻ വേണ്ടി നീ എന്തോരു സഹിച്ചിട്ടുണ്ട്, എന്തോരു എളിമപ്പെട്ടിട്ടുണ്ട്, എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നോക്കും. ആകെപ്പാട് നിലച്ച് കഴിക്കാൻ ആ ഒരൊറ്റ മാങ്ങാപ്പഴം ഉണ്ടായിരുന്നത്, വേറെ ഭക്ഷണമേ ഇല്ലായിരുന്നു കരുതുക. അതാണ് നീ കൊടുത്തെന്ന് കരുതുക. നീ കഴിക്കാതെ അതിന്റെ വിലയുണ്ട്, വലിയൊരു വിലയുണ്ട്. ഒരുപാട് മാങ്ങ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കുറെ വാരി കൊടുത്തു, കൊണ്ടുപോകും എന്ന് പറയുമ്പോ അതിന് വേറൊരു വിലയാ. കുറെ മാങ്ങാപ്പഴം ഉണ്ടായിരുന്നു, അതിന് ഒരെണ്ണം എടുത്ത് നീ കൊടുത്തു, അതിന് വേറൊരു വിലയാ. നീ പറയാണ് ഭാഗത്ത് മാങ്ങാപ്പഴം കിടക്കോ പെറുകിക്കൊണ്ട് വെക്കും എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വിലയാ. ആ സമയത്ത് നിന്റെ മനസ്സിൽ ഉണ്ടായ ആ സഹനവും അതിന്റെ എളിമപ്പെടുത്തിയതും നീ പെരുമാറിയ സ്നേഹത്തിന്റെ വാക്കുകളും എല്ലാം നോക്കിയിട്ട് ഒരു മാർക്ക് കൊടുക്കണം, തുക എടുക്കത്തുള്ളൂ. ഇനി സ്വർഗത്തിൽ നീ നിക്ഷേപിക്കുന്ന ഈ നിക്ഷേപത്തിൽ നിന്നാണ് പിന്നെ ഈ ഭൂമിയിലെ നിന്റെ ജീവിതവും വരുന്ന തലമുറകളുടെ ജീവിതത്തിൽ വേണ്ടത് സമ്പാദിക്കുന്നത്. സ്വർഗത്തിൽ സമ്പാദ്യമുള്ളവരായിരിക്കണം. എന്ത് നിക്ഷേപിച്ചോ അതിൽ നിന്ന് പിന്നീട് നിനക്കെടുക്കാം. നീ കൊണ്ടുപോയി അവിടെ ഒരു ക്ഷമയുടെ ഒരു നിശ്ചയം കിട്ടുന്ന കരുതുക. ഒരാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പക്ഷെ നിനക്ക് നീ 2-3 ആഴ്ച ശ്രമിച്ചു ക്ഷമിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് കുമ്പസാരിക്കും, പ്രാർത്ഥിച്ചു, ഒരു 3 ആഴ്ച കൊണ്ട് നീ ക്ഷമിച്ചു അയാളോട്. കാരണം ബലി അർപ്പിക്കുമെങ്കിൽ ക്ഷമിക്കണമല്ലോ ഓർത്ത്. അതിന് ഈ മാലാഖയ്ക്ക് മനസ്സിലാവും നീ എന്തുമാത്രം അതിനുവേണ്ടി ശ്രമിക്കും എന്നുള്ള കാര്യം. അതനുസരിച്ച് നിശ്ചയം അദ്ദേഹം എഴുതിയിരിക്കും 2 ആഴ്ച 3 ആഴ്ച നീ എടുത്തു വെക്കും ഇത് ഒന്ന് ക്ഷമിക്കാൻ വേണ്ടിയിട്ട്, അയാളോടൊന്ന് സംസാരിക്കാനൊക്കെ പറ്റിയത്. അതിനുശേഷം അപ്പൊ മാലാഖ എഴുതിയിരിക്കും 2 വർഷം ക്ഷമിക്കാനുള്ള തുക നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് മാലാഖ എഴുതിയ. അടുത്ത 2 വർഷത്തേക്ക് ക്ഷമിക്കാനുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നീ കർത്താവേ ക്ഷമിക്കാൻ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ചേച്ചി മാലാഖയോട് ചോദിക്കും അവിടെ വല്ല നിക്ഷേപം ഉണ്ടോ? ഉണ്ട്, നമ്മളിട്ട പൈസ നമുക്ക് എടുക്കാം. ഞാൻ നിക്ഷേപിച്ച് എനിക്കെടുക്കാമല്ലോ. ഉണ്ട്, 2 വർഷം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അന്ന് കൊടുക്കാനും ഉടൻ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ഷമിക്കാനുള്ള കൃപ ഒരവസരം കിട്ടുക വേഗം. ഇങ്ങനെ ഓരോ മേഖലയിലും നീ നിക്ഷേപിക്കുന്നതിന് എന്തെന്ന് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്താണ് നിക്ഷേപിച്ചിട്ടുള്ളത്? എല്ലാ മേഖല, കരുണയുടെ, സ്നേഹത്തിന്റെ, വിശ്വസ്തയുടെ, ആത്മസംയമനത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് നിക്ഷേപിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു പുണ്യം നീ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയണം. ആദ്യത്തെ 3 ദിവസം 3 പുണ്യമാണ് ചെയ്യുന്നത്. പിന്നത്തെ 4 ദിവസം, ആദ്യത്തെ ഒരാഴ്ച ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ആഴ്ചയാണ് അത് 7 ദിവസം. 4 ദിവസം 10 പുണ്യം ചെയ്യണം. അത് വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്താൽ മതി. ത്യാഗങ്ങൾ ഉപേക്ഷിക്കാതെയോ വലിയ കാര്യങ്ങൾ വേണ്ടതാണ്. അപ്പൊ ആദ്യത്തെ 3 നീ ഓർത്തില്ലേ, പിന്നത്തെ 10 വരുമ്പോൾ ചിലപ്പോൾ നീ ഓർത്തിരിക്കല. അപ്പൊ മോളൊരു വിചാരിച്ച് ചെറിയ പേപ്പർ എടുത്ത് നിനക്കും എനിക്കും മാത്രം മനസ്സിലാകുന്ന ഒരാളെ കുറിച്ച് വെച്ചേരെ. രാവിലെ ഒരാളെ നോക്കി ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ആളെ നോക്കി ചിരിച്ചു. നിനക്ക് പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പം നീ എന്നിട്ട് എഴുതുവാണ്, ചിരിച്ചു എന്ന് മാത്രം എഴുതിയാൽ മതി. നിനക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും. ഒരു ചെറിയ ബന്ധുപേപ്പറിൽ എവിടെയെങ്കിലും നീ എഴുതി പോക്കറ്റ് ഇട്ടോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നീ രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. അത് നീ ഭക്ഷണം വാങ്ങി കൊടുത്തതായിരിക്കും, പക്ഷെ ഭക്ഷണം എന്ന് മാത്രം എഴുതിയാൽ മതി. ആർക്കും മനസ്സിലാവില്ലല്ലോ. ഇതുപോലെ ഒരു കുഞ്ഞു കാര്യങ്ങൾ ഓരോന്നും ചെയ്ത് ഒരു പ്ലേറ്റ് കഴുകി വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് സഹായിച്ചതായിരിക്കാം, എന്തോ അത് അങ്ങനെ 10 കാര്യങ്ങൾ. അത് 10 കൽപ്പനകളുടെ ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ട് സമർപ്പിക്കുന്നു പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്താൽ മതി. അമ്മയുടെ ബിസിനസ് തരുന്നു. ഇനി അന്നേരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ആ 10 കാര്യങ്ങളൊന്ന് ഓർത്തെന്നോട് പറഞ്ഞാൽ മതി. അമ്മയുടെ ബിസിനസ് കൊടുത്ത് അമ്മ ഒന്ന് നിക്ഷേപിച്ചേക്കണേന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അത് ദൈവം നീ ഞാനും തമ്മിലുള്ള ഉടമ്പടി സ്ഥാപിച്ചതിന്റെ ഓർമ്മയാണ്. അതെന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. എന്നേക്ക് ഞാൻ നിന്റെ ദൈവവും നീ എന്നും എന്റെ കുഞ്ഞുമായിരിക്കും എന്നുള്ള ഓർമ്മ. അത് നീ ഓർക്കുന്നു എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 10 കൽപ്പനകളെ കുറിച്ച് ഞാൻ ഇത്രമാത്രം പിന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഒരാഴ്ചയും കഴിയും. ബാക്കി ദിവസങ്ങളിൽ 33 ദിവസം ഇനി ബാക്കിയുള്ള ദിവസങ്ങളില് 33 പുണ്യങ്ങൾ ചെയ്യണം. ഞാൻ 33 എണ്ണം കഴിയും ഒരു ദിവസം തന്നെ പറ്റുമോളെ.
ഒന്ന് ഒരു ചിന്തയിലായാലും മതിയല്ലോ, ഒരു വാക്കിൽ മതിയല്ലോ. ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല, വയ്യാതെ കിടക്കുക, ഒരു പ്രവൃത്തി ചെയ്യാനൊന്നും പറ്റത്തില്ല. അവിടെ കിടന്നുകൊണ്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു പാപിയുടെ മാനസാകത്തിന്റെ കാഴ്ച പുണ്യമായില്ലേ? കരുണയുടെ ഒരു ജപമാല ഒരു പുണ്യമായില്ലേ? ബൈബിളിലെ ഒരു വചനം വായിച്ചിട്ട് ഇപ്പോൾ ദൈവവചനം വിശ്വസിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു സഹോദരന് വേണ്ടി കാഴ്ചവെക്കുന്നതായി അതൊരു പുണ്യമായി. അപ്പൊ ചിന്തയിൽ പോലും ഒരാളെ പറ്റി നന്നായിട്ടൊന്ന് ചിന്തിച്ചോ, അയാളുടെ വിരോധത്തിൽ തരുന്നത് ഞാൻ അയാളെ പറ്റി ചിന്തിച്ച കാര്യം അതൊരു പുണ്യമായി. അപ്പൊ നമുക്ക് സാധിക്കും. ഇനി രാവിലെ തന്നെ പത്രം വരും. പത്രം വന്നിട്ടുണ്ടെങ്കിൽ അത് ജോലിക്കാരെടുത്തോണ്ട് വെക്കാന്നുള്ളതാണ് സാധാരണ രീതി. അന്ന് നീയാണ് അതെടുത്ത് നേരുക. ഒരു പുണ്യമായി മോളെ. നീ എഴുതപ്പെട്ടില്ലേ? നിന്റെ വേലക്കാരന് ഒരു നിമിഷത്തെ വിശ്രമം കൊടുത്തില്ലേ? നീ അവൻ ചെയ്യുന്ന പണി നിനക്കും ചെയ്യാമെന്ന് നീ തെളിയിച്ചില്ലേ? നീ അവനും തുല്യനാണെന്ന്. അത് ഞാൻ എടുക്കാനല്ല എന്ന് ചോദിക്കുമ്പോ അവൻ വേറൊരു മനുഷ്യ അവസ്ഥയിലേക്ക് അവൻ മാറുക. നീ നിന്റെ തുല്യനായിട്ട് അവനെ കരുതുകയാണെന്ന് വരാം. അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ വാർത്തകൾ അങ്ങ് വായിക്കും. പ്രധാന വാർത്തകളല്ല ഇതൊന്നും തീരുമാനിച്ചു, ഇപ്പൊ വായിക്കുന്നില്ല. ഇപ്പൊ തന്നെ എനിക്ക് തോന്നിയപ്പോ തന്നെ ഞാൻ വായിക്കുന്നില്ല. അതൊരു പുണ്യമാണ്. ഇനി അതെടുത്ത് എവിടെയെങ്കിലും കൊണ്ടിടാം. അല്ല, അത് വായിക്കുമ്പോ ആരുടെ അടുത്ത് കൊണ്ടിട്ടിട്ട് നീ പോവാണെങ്കിൽ മൂന്നാമതൊരു ഒന്നിവിടെ ഞാൻ ചോദിച്ചു, എന്റെ ഈശോ ഇതുപോലെ കുഞ്ഞു കാര്യം മതിയെന്ന് ചോദിച്ചു. മതി മോളെ, ഇതുപോലെ ചെറിയ കാര്യം മതി. ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, അതിനത്രയും വലിയ വിലയുണ്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഈശോ എന്ന് പറഞ്ഞു. ഇത്രയും കുഞ്ഞു പഴയ ഭയങ്കര നിശ്ചയം കൊണ്ടത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കാണിച്ചു തരാം ഒരു കാര്യം. അപ്പൊ ഞാൻ കാണുന്നത് ഒരു വലിയ ബംഗ്ലാവ്. വലിയ ബംഗ്ലാവ് വെച്ചാൽ സാധാരണ നാട്ടിലുള്ള ചെറിയ വീടൊന്നും അല്ലത്. മിറ്റം മുഴുവൻ ടയർസ് പൂന്തോട്ടം പിടിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ വീടിന്റെ മിറ്റം തന്നെ ഒരു അരേക്കറുണ്ടെന്ന് കൂട്ടിക്കും. അതുപോലത്തെ കെട്ടിടം. അതിന്റെ അവിടെ ആ തോട്ടത്തിന്റെ ഒരു സൈഡിലിരുന്ന് കസേരയിലിരുന്ന ഒരു മനുഷ്യൻ പത്രം വായിക്കാം. ഞാൻ 2 or 3 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ടായിരുന്നു. ആ കൊച്ച് ഈ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കുക. അവള് ഓരോ ചെടിയുടെയും ചോട്ടിൽ ചെന്നിട്ട് അതിൽ നിന്ന് ആ ചെടിയെന്ന് വീണ് കിടക്കുന്ന ഇലയും പൊടിഞ്ഞു പോയ ഉണങ്ങിയ ഇലയൊക്കെയാ, പരുത്ത ഇല, പൊടിഞ്ഞ ഇലയും മണ്ണൊക്കെ പറ്റി കിടക്കുന്ന ആ ഇലയും പൂവിന്റെ ഇതളുകളും എല്ലാം പെറുക്കി കയ്യിൽ ഇങ്ങനെ അടുക്കി വെക്കുക, പൊക്കി വെക്കുക. അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ കൈ നിറഞ്ഞു. ഇതൊക്കെ ഇത് ശ്രദ്ധിക്കുന്നില്ല, പത്രം വായിച്ചോണ്ടിരിക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവിടെ ഓടി വന്ന് പറഞ്ഞു, പപ്പ ഇന്ന് വയ്യെന്ന് പറഞ്ഞു. നോക്കിയപ്പോ ഈ കൈ നിറച്ച് ചെറുലാവും എല്ലാ സാധനം പ്രതികളും അവരുണ്ട്. മണ്ണും ചെളിയാണ്, എല്ലാവരും എവിടെ നടക്കുന്ന സ്ഥലമല്ലേ, അതെല്ലാം ഉണ്ട് തന്നെ. ഉണങ്ങി പൊടിഞ്ഞതാ, പകുതി വിശ്വതല്ലേ. അപ്പൊ എന്നാ മനയിലെന്ന് ചോദിച്ചു. അപ്പൊ ഇത് കൊണ്ട് ആശ, മൊത്തം കാശ, ഇത് മുഴുവനും പപ്പായിക്കാന്ന് പറയും. ഇതെല്ലാം കാശായിട്ട് പറിക്കാം. കാശെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് കൊടുക്കുന്നേ. ഉടനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്ന് എനിക്ക് അറിയാമെന്ന് ചോദിച്ചു. ആണോ, ഇത് മുഴുവൻ പപ്പായിക്കാണോ? ഇയാളത് മുഴുവനും മേടിച്ചു. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പപ്പ ഒരു പ്ലെയിൻ വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ രണ്ടുപേരുടെ അതിൽ കയറി എല്ലാ സ്ഥലത്തും പോകും. ലോകം മുഴുവൻ കറങ്ങും. അല്ലേ? നമുക്ക് പ്ലെയിൻ മേടിക്കാം കേട്ടോ. ഒന്നും ഇയാൾ ഇതെടുത്ത് കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് മുഴുവൻ അയാളുടെ കയ്യിലേക്ക് വാങ്ങിച്ചു. മുഴുവനും മേടിച്ചു. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പപ്പ ഒരു പ്ലെയിൻ വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ രണ്ടുപേരുടെ അതിൽ കയറി എല്ലാ സ്ഥലത്തും പോകും. ലോകം മുഴുവൻ കറങ്ങും. അല്ലേ? നമുക്ക് പ്ലെയിൻ മേടിക്കാം കേട്ടോ. ഒന്നും ഇയാൾ ഇതെടുത്ത് കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് മുഴുവൻ അയാളുടെ കയ്യിലേക്ക് വാങ്ങിച്ചു. കൊച്ചു പിന്നെയും കാശ് കൊടുക്കാൻ വേണ്ടി ഓടി. എന്റെ മോളെ, ഒരു സാധാരണ മനുഷ്യൻ ദേഹിക്ക് നിറക്കി കൊണ്ട് കൊടുത്തപ്പം ഇതാണ് പറഞ്ഞതെങ്കിൽ നീ എനിക്ക് കൊണ്ടുതരുന്ന ഈ പുണ്യങ്ങൾ എനിക്ക് എത്ര വലിയ നീതിയാണെന്ന് അറിയാമോ? ഞാൻ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ മേടിക്കും. എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ ചുറ്റി സഞ്ചരിക്കും. അതുപോലെയാ എനിക്ക് ഈ കുഞ്ഞു പുണ്യങ്ങൾ. ഇനി അതുകൊണ്ടാ പറഞ്ഞ മോളെ, ചിന്തയിൽ നീ ഒരു പുണ്യം ചെയ്യപ്പം. അപ്പൊ 33 നിനക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ദിവസം കുറച്ച് സമയം മതി നിനക്ക് ചെയ്തു തീർക്കാൻ. അതുകൊണ്ട് ചെയ്തോളൂന്ന് പറഞ്ഞു. എന്നിട്ട് ചിന്തയിൽ ഒരു പുണ്യം ചെയ്യാൻ പറഞ്ഞു. ഈ പുണ്യം ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് നീ കാണുക. ഒരു പുണ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിൽ തന്നെ ചിന്തിച്ചു. പെട്ടെന്ന് എന്റെ കൈക്കകത്ത് എന്തോ വന്ന് നിറഞ്ഞു. ഞാൻ കൈ ചേർത്തങ്ങ് പിടിച്ചു. എനിക്കൊന്നും കാണത്തില്ല. അതിനകത്തൊന്നും തുറന്നു നോക്കിയാലൊന്നും കാണാനുണ്ടാവില്ല.
പക്ഷെ എനിക്ക് മനസ്സിലായി ഭാരമുള്ള ഒരു വസ്തു എന്തോ ഒന്ന് എന്റെ കൈവെള്ളക്കുള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ അടച്ചു പിടിച്ച കൈവായിട്ട് ചെന്നു. ഇനി എന്താ ചെയ്യണേ? പറഞ്ഞു, മോളെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു എന്ന് പറ. ഒരു ചിന്ത പഠിച്ചിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായാലും ഉടൻ തന്നെ അമ്മയുടെ വിമല സമർപ്പിക്കുന്നു പറഞ്ഞാൽ മതി. ചിന്തയെ ഞാൻ അങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ എനിക്ക് ഭൂമിയുമായിട്ടുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടു. സ്വർഗത്തിലേക്ക് ഞാൻ ഉയർന്നു പോയി. എന്റെ കൈ ചേർത്ത് പിടിച്ചിരിക്കും. എനിക്കൊരു പേടിയില്ല ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്ന ഓർത്തിട്ടൊന്നും. അങ്ങനെ ഞാൻ സ്വർഗത്തിലെത്തി. ഞാൻ സ്വർഗത്തിലെത്തിയപ്പോ പറഞ്ഞു, മോളെ ഭൂമിയുടെ ഹയറാർക്കി തന്നെയാ സ്വർഗത്തിലെ പോലെയാ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നതല്ല. നടുക്ക് പരിശുദ്ധ ത്രേത്വം. ആ പരിശുദ്ധ ത്രേത്വത്തിന് ചുറ്റും പരിശുദ്ധ അമ്മ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. അത് പരിശുദ്ധ ത്രേത്വം ആളി കത്തുന്ന ഒരു തീ ഗോളം പോലെയാണ് ഞാൻ കാണുന്നത്. അത് ഒരു സമയത്ത് ഒരു വലിയ പ്രകാശ ഗോളമാണല്ലോ എന്ന് തന്നെ ഞാൻ നോക്കുമ്പോ അത് 3 ഉണ്ട്. ഇത് 3 ഉണ്ടല്ലോ പുറത്ത് നോക്കുമ്പോ ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെ മാറി മാറി കറങ്ങിക്കൊണ്ടിരിക്കുക. അതിന് ചുറ്റുമാണ് പരിശുദ്ധി അമ്മ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ 2 കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. എന്നിട്ട് ത്രിത്വത്തിലേക്ക് 2 കരങ്ങളും നീട്ടും. എന്നിട്ട് ഒന്ന് കറങ്ങും. വീണ്ടും കൈകൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. വീണ്ടും കൈ തീർത്ഥത്തിലേക്ക് സമർപ്പിക്കും. അങ്ങനെ അമ്മ ഈ സ്വയം കറങ്ങുകയും ഒപ്പം ഈ പരിശുദ്ധ ചുറ്റി പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക. പറഞ്ഞ് ഭൂമി സൂര്യനെ ചുറ്റുന്നത് പോലെയാണിത്. അങ്ങനെ അമ്മ കറങ്ങുന്നത് പറയും. അപ്പൊ അമ്മ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ അത്രയും സ്ഥലമുണ്ട്. അമ്മ ഒരാൾ നിൽക്കുന്ന സ്ഥലം തന്നെ. അവിടെ അമ്മ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും അമ്മ സമർപ്പിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധത്തിലേക്ക് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന എല്ലാ നിക്ഷേപങ്ങളും. അത് കഴിഞ്ഞ് ആ പരിശുദ്ധ അമ്മയ്ക്ക് ചുറ്റും അടുത്ത റൗണ്ട്. അതിന് മാലാഖമാരുടെ നിരകളാണ്. 9 വൃന്ദം നിരകളാണ്. അത് ഓരോ ഗ്രഹങ്ങൾ പോലെയുണ്ട് ഓരോ നിരകളും. 1-2 മാലാഖമാരൊന്നുമല്ല. ഓരോ ഗണത്തിലും കോടിക്കണക്കിന് മാലാഖമാരുണ്ട്. എന്നോട് ചോദിച്ചു, മോളെ 9 വൃന്ദം മാലാഖമാരെ ഉള്ളെന്നാണോ മോള് കരുതിയിരിക്കുന്നത്? അല്ല കേട്ടോ, 12 വൃന്ദത്തിലേറെ മാലാഖമാരുണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലേ. ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിക്കുകയും 12 വൃന്ദത്തിലേറെ മാലാഖമാരെ അവൻ എന്നെ സഹായിക്കാൻ വേണ്ടി അയക്കുകയും ചെയ്യുമെന്നാണ് തരത്തില് എന്ന് ചോദിക്കുമ്പോ 12 വൃന്ദത്തിലേറെ ഉണ്ടെന്ന് മനസ്സിലായിരുന്നു. കോടിക്കണക്കിന് വൃന്ദ മാലാഖമാരുണ്ട്. 9 പേരുടെ കാര്യം നിങ്ങൾക്കറിയത്തുള്ളൂ. അങ്ങനെ മാലാഖമാരോ ആദ്യം കോവന്മാരുടെ വൃന്ദം, അതിന് സാപ്പന്മാരുടെ എല്ലാം വൃത്താകൃതിയിലാണ് എല്ലാം. പരിശുദ്ധത്തിന് ചുറ്റും വൃത്താകൃതി മാതാവ്. അത് കഴിഞ്ഞ ഒരു വട്ടം ക്രോവന്മാര്, പിന്നെ സാപ്പന്മാര്. അങ്ങനെ 9 വൃന്ദ മാലാഖമാര് ഗണങ്ങള്. അപ്പത്തേക്കിന് ഇവിടുന്ന് പ്ലൂട്ടോയിൽ പോകുന്ന അത്രയുണ്ട്. അതുപോലെ ഓരോ ഗ്രഹങ്ങളും ഇരിക്കുന്ന അത്രയുണ്ട്. ഇവരുടെ നിറങ്ങളുടെ വ്യത്യാസത്തിലാണ് മാലാഖമാരെ ഞാൻ തിരിച്ചറിയുന്നത്. എണ്ണി എടുക്കാനൊന്നും പറ്റത്തില്ല. അത് കഴിയുമ്പോ വിശുദ്ധരുടെ ഗണങ്ങൾ തുടങ്ങുക. ആദ്യത്തെ പ്രശ്നത്തില് പൂർണ്ണ ദൈവത്തിനും ചെയ്തവരാ. അവര് വേറൊന്നും ചിന്തിച്ചിട്ടില്ല. അവരെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടേ ഇല്ല. എപ്പോഴും ദൈവഹിതം പരിശുദ്ധ അമ്മയെ പോലെ യുദ്ധനെ പോലെ. എന്താണ് ദൈവഹിതം? കഴിഞ്ഞു. പിന്നെ ഒരു ചിന്ത പോലും അവർക്കുണ്ടായിട്ടില്ല അതിനെതിരെ. അവരാണ് ആദ്യത്തെ നിരയിൽ നിൽക്കുന്നത്. 2ാമത്തെ നിരയില് സാധിക്കുന്നിടത്തോളം ദൈവഹിതം ചെയ്തവരാ. പരമാവധി ചെയ്തു. ചിലപ്പോഴൊക്കെ വീണു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ. 3ാമത്തെ നിരയില് സാധിക്കുമ്പോഴെല്ലാം ദൈവഹിതം ചെയ്തു. പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, എപ്പോഴും ചെയ്തിട്ടില്ല. അങ്ങനെ 4ാമത്തെ നിരയില് പേടിച്ചിട്ട് ദൈവഹിതം ചെയ്തവരാ. എങ്ങനെ? അവർക്ക് ഭയം കൊണ്ട് ദൈവം നരകത്തിൽ പോകുന്ന പേടിക്കും. അങ്ങനെ ദൈവം. പിന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് ദൈവം ചെയ്തവര്. അവൻ ദൈവം ചെയ്ത് മാത്രമല്ല, എന്നോട് മാത്രം ഇതൊക്കെ പറയാനുള്ളൂ. ഞങ്ങൾ ചെയ്തേക്കാം, ഇപ്പൊ ദൈവമല്ലേ നമ്മൾ പറഞ്ഞു. ദേഷ്യമാണ്, പക്ഷെ ചെയ്തു. പേടിയുണ്ട് ദൈവത്തെ. അങ്ങനെ ചെയ്തു. പിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പിറുപിറുത്തുകൊണ്ടും ദൈവഹിതം ചെയ്തവര്. ഇത് മാത്രമേ പറയാനുള്ളൂ. എപ്പോഴും ഒരു ദൈവഹിതമുണ്ട്. നമുക്ക് ദൈവത്തെ കുറ്റപ്പെട്ട മനുഷ്യനെ കൊണ്ട് പറ്റുന്ന ദൈവം പറയാൻ പറ്റുള്ളൂ. പറ്റിയാത്ത കാര്യമൊക്കെ എന്നോട് പറഞ്ഞേന്ദ്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തി പിറുപിറുത്തും ഒക്കെ ദൈവം. പിന്നെ ശാപിച്ചുകൊണ്ട് ദൈവം ചെയ്തവരുണ്ട്. ആ കൂട്ടത്തിലുണ്ട് വേറെ. അലറിക്കൊണ്ട് ദൈവഹിതം ചെയ്തവരെ. ഇങ്ങനെ പലതരത്തിലും അങ്ങനെ നിൽക്കുന്ന നിരകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാനും അതിനിടയിൽ ഒരിടത്ത് സ്ഥലത്ത് പോയി നിന്നു. എന്റെ നിരയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഈശോ പറഞ്ഞു, മോളെ സ്വർഗത്തിൽ വരുമ്പം ഒരുപാട് എളിമയൊന്നും വേണ്ട, പുറകെ നിൽക്കാമെന്ന് വിചാരിക്കണ്ട കേട്ടോ, മുമ്പിലോട്ട് കയറാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ എന്റെ നേരെ നോക്കിയപ്പം മാതാവ് പരിശുദ്ധത്തിന്റെ അടുത്ത്, ഞാന് മാതാവും കഴിഞ്ഞ് ഈ ആളെ മാലാകബന്ധങ്ങൾ മുഴുവൻ കഴിഞ്ഞ് സകല വ്യക്തിത്വം കഴിഞ്ഞിട്ട് ഒരു നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്റെ മാതാവ് എനിക്ക് എങ്ങനെ ഇതൊന്നും ഈ നിക്ഷേപം അമ്മേനെ കൊടുക്കാനല്ലേ നിക്ഷേപിക്കുള്ളൂ. അത് പക്ഷെ അമ്മയുടെ അടുത്തേക്ക് എന്നെ വിരിച്ചിട്ടുള്ളൂ, അങ്ങോട്ട് നോക്കാൻ പോലും പറ്റില്ല. പക്ഷെ ദൂരം പ്രശ്നമല്ല സ്വർഗത്തില്, നമുക്ക് തൊട്ടടുത്തുന്ന പോലെ എല്ലാം കാണാം. പക്ഷെ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. വിഷമിച്ച് ഞാൻ അവിടെ നിന്നപ്പം മിഖായേൽ മാലാഖ എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കാര്യസ്ഥനാണ്, ഇവിടെ ആര് വന്നാലും അപ്പോൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടത്താൻ എന്നെ നിയോഗിച്ചിരിക്കുന്ന. മോനെ എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞു, മാതാവിനെ കാണാൻ, ഈ നിക്ഷേപം കൊടുക്കാൻ വന്ന മാതാവിനെ കാണണം എന്നാ വരാൻ പറഞ്ഞു. അപ്പൊ തന്നെ എല്ലാരും വഴിമാറും. ഹൈമാലാഖ മുമ്പില്, ഞാൻ പുറകിലുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് മാതാവിന്റെ അടുത്തെത്തി. മാലാഖമാരെല്ലാം മാറി തന്നല്ലോ. അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഈ നിലകൊണ്ട് ഇവരെല്ലാവരും എപ്പോഴും സൈന്യവും പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും കൂടെ. അതിനിടയ്ക്ക് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് എന്നോട് മോളെ, അമ്മ നിന്റെ നേരെ വരുമ്പം അമ്മ കൈ നീട്ടും, അന്നേരം അമ്മ കൊടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത നിമിഷത്തിൽ അമ്മ എന്റെ മുമ്പിലെത്തി. അമ്മ കൈ നീട്ടി ഞാൻ അമ്മയുടെ കയ്യിലേക്ക് എന്റെ കയ്യിലെടുത്ത് കൊടുത്തു. എന്നാൽ ഒന്നും കാണുന്നില്ല, ഞാനൊരു സാധനമായിട്ട് കാണുന്നില്ലത്. അത് അമ്മ ഞങ്ങൾ മേടിച്ചു, കൈ എടുത്തിട്ട് അമ്മക്ക് വേദോട് ചേർത്ത് വെച്ച് പ്രദക്ഷിണം, അമ്മ പ്രദക്ഷിണം വെച്ചിട്ട് പരിശുദ്ധ ത്രിത്വത്തെ ചുറ്റി പ്രദക്ഷിണം വെച്ചിട്ട് അമ്മ ഇത് സമർപ്പിക്കുള്ളൂ മോളെ എന്ന് പറയാം. അതുകൊണ്ട് അമ്മയോടൊപ്പം പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രദക്ഷിണത്തിൽ അങ്ങോട്ട് അമ്മയുടെ പുറകെ നടക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, മോളെ പ്രദക്ഷിണത്തിന് തിരി കത്തിക്കണമെന്ന് അറിയത്തില്ലെന്ന് ചോദിച്ചു. അവിടെ നിൽക്കേ എന്ന് പറഞ്ഞ് വേഗം ഒരു തിരി കത്തിക്കേണ്ടി തന്നു. അത് പറഞ്ഞ് പ്രദക്ഷിണത്തിന് 2 തിരി വേണം, നിങ്ങൾ 2 പേര് ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ, ഗ്രൂപ്പായിട്ട് ചെയ്യുന്നെങ്കിൽ അത്രയും പേര് ഒരുമിച്ച് അവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും തിരി കത്തിച്ച് തന്നാൽ മതി. ഞാൻ ഇതിപ്പോ മോൾ ഒറ്റയ്ക്കല്ല ചെയ്തത്, വിചാരത്താൽ ചെയ്ത് പുണ്യമല്ലേ, അതുകൊണ്ട് ഞാനും കൂടി വരാം എന്ന് പറഞ്ഞ് വേറൊരു തിരി അതുപോലെ തന്നെ കത്തിച്ചെടുത്ത് എന്റെ ഒപ്പം നിന്ന് മാതാവിന്റെ പിന്നാലെ ഞങ്ങൾ 2 പേരുടെ പോയി. ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ ത്രിത്വത്തെ ചുറ്റി കടന്നു വരും. ഈ ഭൂമിയോളം വലിയ ഗ്രഹം അത്രയും സ്ഥലം ഉണ്ടെങ്കിൽ പോലും. അപ്പം വന്നപ്പം അതിന്റെ സ്ഥലത്ത് തന്നെ വന്നപ്പം അമ്മ എന്റെ നെറ്റിയിൽ തിരിച്ചു വരച്ചിട്ട് തലയിൽ കൈവച്ച് ആശീർവദിച്ചു, അനുഗ്രഹിച്ച് ആശീർവദിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ചു പോരുക, പിന്നെ തിരിച്ചു പോരുക. അപ്പൊ എന്നോട് ചോദിച്ചു, മോളെ ഒരു പുണ്യം ചെയ്യുമ്പം എന്താ സംഭവിക്കുക, ആന്തരികമായി നടക്കുന്നത് എന്താന്ന് മനസ്സിലായോ? നീ സ്വർഗത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെത്തി പരിശുദ്ധ അമ്മയെ മാലാഖമാരെയും എല്ലാവരെയും കണ്ടു വണങ്ങി പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധ പ്രദക്ഷിണം വെച്ച് ദൈവത്തിന്റെ ഹൃദയം അനുഗ്രഹവും എല്ലാം സ്വീകരിച്ചേറ്റ് വാങ്ങിക്കൊണ്ട് തിരിച്ചു പോരുകയാണ്. അതായത് ഓരോ തവണയും പുണ്യം ചെയ്യുമ്പോൾ നീ സ്വർഗത്തിലെത്താം. സ്വർഗത്തിലെത്താനായിട്ടുള്ള മാർഗമാണിത്. എപ്പോഴും സ്വർഗത്തിലായിരിക്കും, എപ്പോഴും പുണ്യം ചെയ്തുകൊണ്ടിരുന്ന. അപ്പൊ എന്നാ പറ്റുന്നറിയോ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയും നീ ഇവിടെ നിന്ന് അങ്ങോട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കണ്ടുമുട്ടും. ഞാൻ അവിടുന്ന് പുറപ്പെട്ടു, നീ ഇവിടുന്ന് പുറപ്പെട്ടു. അപ്പൊ വഴിക്ക് ഒന്നെങ്കിൽ നീ പുണ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നീ മാതാവിന്റെ വിമലത്തിന് കൊടുക്കുകയാണെന്ന് പറയുകയായിരിക്കും, അല്ലെങ്കിൽ നീ സ്വർഗത്തിലേക്ക് പോന്നോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ വഴി കെട്ടിയോടെ അവിടെ നിന്ന് എനിക്ക് കൂട്ടിക്കൊണ്ട് പോയാൽ മതിയല്ലോ, നീ. അല്ലെങ്കിൽ നീ വിശുദ്ധരുടെ കൂട്ടത്തിൽ നിന്ന് മാതാവിനെ എങ്ങനെ കാണുന്നത് നോക്കാൻ നിൽക്കുമായിരിക്കും, നിക്ഷേപം കൈ പിടിച്ചോണ്ട് നിൽക്കുമായിരിക്കും. അല്ലെങ്കിൽ നീ മിഖായേലിനോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഞാൻ അവിടെ വരുമ്പോ അവിടെ നിൽക്കുന്ന ആളെ അവിടെ നിന്ന് കൊണ്ടുപോകും. ഇനി അല്ലെങ്കിൽ മിഖായേലിനോടൊപ്പം സൈന്യ നിലകളെ ഭേദിച്ച് നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോണ്ടിരിക്കുകയായിരിക്കും, പരിശുദ്ധ അമ്മയത്തിലേക്ക്. ഇനി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് നീ സംസാരിച്ച് കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും, ഇല്ലെങ്കിൽ അമ്മയോടൊപ്പം നീ പ്രദക്ഷിണം നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ നീ അമ്മയുടെ ആശീർവാദം വാങ്ങിക്കുകയായിരിക്കും. ഇല്ലെങ്കിൽ നീ ഇനി ഒരു ഇനി എന്താ ചെയ്താലാ അടുത്ത പുണ്യം ചെയ്യണ്ടേ തിരിച്ചു വരണമെങ്കിൽ സ്വർഗത്തിലുള്ള. അപ്പൊ ഇനി ഒരു പുണ്യം ചെയ്യുന്ന എന്നാ നോക്കാൻ നീ പോരുമായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും വെച്ച് ഞാൻ പുണ്യം ചെയ്തോണ്ടിരിക്കുകയാണെന്നില്ല, കണ്ടോണ്ടിരില്ല, പിന്നെ എനിക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. എന്നാൽ പുണ്യം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നീ ചെയ്യുന്നത് പാപമായിരിക്കും. അപ്പൊ നിന്റെ യാത്ര താഴേക്കായിരിക്കും, താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. മോനെ ആ റോഡിൽ ഞാനില്ല കേട്ടോ. അതായത് ഒരിക്കലും നമ്മൾ തന്നിട്ടില്ല കണ്ടുമുട്ടിയാല. എനിക്ക് നിന്നെ കൊണ്ടുവരണമെന്നുണ്ട്, നിനക്ക് എന്റെ കൂടെ പോരണമെന്നുണ്ട്. പക്ഷെ വഴിയിൽ വെച്ച് നമ്മൾ കാണുന്നില്ല, പിന്നെ ഇങ്ങനെ ഞാൻ കൊണ്ടുവരുന്നില്ലേ. അതുകൊണ്ട് പുണ്യങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിലാക്കി ബസ്സിലാണല്ലോ എപ്പോഴും. എന്നാൽ നല്ല കാര്യം ചെയ്യുന്നത് മാത്രമേ മാതാവിന് കൊടുക്കാവുള്ളൂ എന്ന് ചിന്തിച്ചേക്കരുത്.
അങ്ങനെ വരുമ്പോ നീ ചിലപ്പോ നിന്റെ ബലഹീനതകൾ വീണു പോകുമ്പോ ഈ പാപത്തിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് മോളൊരു കാര്യം ഞാൻ അമ്മ ഇപ്പൊ ഞാൻ ചിന്തിച്ച് ഇപ്പൊ കാര്യം ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് തരുന്നെന്ന് പറയണം. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകതയുണ്ട്. അമ്മയ്ക്ക് എങ്ങനെയാ വിമല ഹൃദയം ഉണ്ടായത്? പരിശുദ്ധാത്മാവ് വന്നിട്ട് അമ്മയ്ക്ക് വിമല ഹൃദയം ഉണ്ടായത്. വിമല ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിന്റെ പണി ശുദ്ധി ചെയ്യുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും ശുദ്ധി ചെയ്യും. ആത്മാവിനെ ശുദ്ധി ചെയ്യും. ആത്മാവ് ശുദ്ധി ചെയ്യും. അപ്പം നീ എന്തായിരിക്കുന്നു ആ അവസ്ഥ നീ പറയുവാണ് അമ്മയുടെ വിമല ഹൃദയത്തെ എന്നെ സമർപ്പിക്കുന്ന പറഞ്ഞാൽ അമ്മ അന്നേരം തന്നെ വെഞ്ഞെടുത്ത് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വിമല ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നോക്കുമ്പോ മാതാവിന്റെ വിമല ഹൃദയത്തിനുള്ളിൽ അശുദ്ധമായിട്ട് വസ്തു പരിശുദ്ധാത്മാവ് സഹിക്കുന്നത്. ആത്മാവ് അപ്പം തന്നെ അതിനെ ശുദ്ധി ചെയ്ത് പുറത്തേക്ക് വിട്ടേക്കും. അവിടെ വെച്ചേക്കുക. അതുകൊണ്ടാണ് വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരാത്മാവ് നശിച്ചു പോവുകയാണെന്ന് പറയുന്നത്. അപ്പൊ നീ എന്തവസ്ഥയാണല്ലോ ആ അവസ്ഥയെ അമ്മയ്ക്ക് കൊടുത്തേക്കണം കേട്ടോ. നിന്റെ അമ്മയ്ക്ക് നിന്റെ പുണ്യങ്ങളും നന്മകളും മാത്രമല്ല നിന്റെ ബലഹീനതകളും അറിയാമെന്ന കാര്യം മറക്കരുത്. അമ്മയെ മറന്നു വെക്കുന്ന ഒളിച്ചു വെക്കുന്ന ഒരു കുഞ്ഞ് നശിച്ചു പോകത്തുള്ളൂ. കൈയിലോ കാലിലോ ഒരു വലിയ മുറിവുണ്ടായി, വഴക്ക് കാലിനുള്ളിലാ ഉണ്ടായിരിക്കുന്നത്. അമ്മ അറിഞ്ഞാല് ഇത് അടി കിട്ടുമല്ലോ എന്നോർത്ത് കൊച്ചു മറച്ചു വെച്ചാൽ അത് വലിയൊരു രോഗമായി തന്നെ കുഞ്ഞ് മരിച്ചു പോകും. അതേസമയം അമ്മ തല്ലുമെന്ന് അറിയാമെങ്കിൽ പോലും അവ വഴക്ക് പറയുമെങ്കിൽ സാരമില്ല, അമ്മ എന്റെ കാലിൽ ഇങ്ങനെ മുറിഞ്ഞെന്ന് പറഞ്ഞിരുവാണെങ്കിൽ അമ്മേ അതിന് മരുന്ന് വെക്കും. അത് മുറിവായി തീരുകയാണ്, മരണത്തിൽ എത്തുകയല്ലത്. അതുകൊണ്ട് അമ്മയോട് എല്ലാം പറഞ്ഞേക്കണം. ഇനി ഇങ്ങനെ ഇതാണെങ്കിൽ പുണ്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. വിശുദ്ധർക്ക് ഈ രഹസ്യം അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് പിന്നെ ഭൂമിയൊരു പ്രശ്നമല്ല. വിശുദ്ധർക്ക് ഭൂമിയൊരു പ്രശ്നമല്ലായിരുന്നു. അതുകൊണ്ടാണ്. കാരണം ഓരോ അവസരവും പുണ്യമാക്കി അവർ മാറ്റിക്കൊണ്ടിരുന്നു. എപ്പോഴും സ്വർഗത്തിൽ പോകാനുള്ളൊരു കാര്യമല്ല അവരിപ്പോൾ അവരുടെ ജീവിതത്തിലെ സഹനങ്ങളെ കണ്ടിരുന്നത്. അല്ലാതെ ഇതാരിവിടെ വെച്ചത്, ഇതാരെ ഇങ്ങനെ ചെയ്തത്, ഇതാരെ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ നടക്കാതിരുന്നത്. ആരെങ്കിലും എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ ഉണ്ടെങ്കിലല്ലേ എനിക്കത് പുണ്യമാക്കാൻ പറ്റുള്ളൂ. കഴിവില്ലാത്ത ഒരാൾ എന്റെ കൂടെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് അയാളെ സഹായിക്കാൻ പറ്റുള്ളൂ. എല്ലാം അറിയാവുന്ന ഒരാളെന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അയാളെ സഹായിക്കണം. അതുകൊണ്ട് അവർക്ക് എല്ലാം കുറവുകളും ഉള്ളവരെ അവർ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ടാണ്. അവർക്ക് പരാതികളില്ലായിരുന്നു അതുകൊണ്ടാണ്. കാരണം മറ്റുള്ളവരുടെ ബലഹീനതകളെല്ലാം അവരെപ്പോഴും സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരെപ്പോഴും സ്വർഗത്തിലാണ്. സ്വർഗത്തിലേക്ക് ചെയ്തും തീർച്ചയായും തിരിച്ചു വരുന്നു. വീണ്ടും സ്വർഗത്തിലേക്ക് വന്ന് മാതാവിനെ കാണുന്നു, വിശുദ്ധരെ കാണുന്നു, മാലാഖമാരെ കാണുന്നു. അവരോടൊക്കെ ഉള്ള സംഭാഷണത്തിലെപ്പോഴും ഇതാണ് ഒരു പ്രാവശ്യം വിമലഹൃദയത്തിന് സമർപ്പിക്കുന്ന വഴി പുണ്യം ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യം. ഇങ്ങനെ പുണ്യങ്ങൾ ചെയ്ത് വിമലഹൃദയത്തിന് സമർപ്പിച്ച് നിക്ഷേപിക്കുമ്പോൾ തലമുറകൾക്കുള്ളതാണ് നിക്ഷേപിക്കുന്നത്. കാരണം നീ സമ്പാദിക്കുന്നത് നിന്റെ മക്കൾക്കുള്ളതാണ്. അത് ആ തലമുറകൾക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നീ പറയണം പിന്നെ അത് കൊടുത്തേ കേട്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ അത് കൊടുക്കത്തില്ല. തലമുറകളുടെ പുണ്യം എന്ന് നീ കേട്ടിട്ടുണ്ടോ? സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപം സൂക്ഷിക്കണമെന്ന് നീ കേട്ടിട്ടില്ലേ? അത് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുകയെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതെല്ലാം ഈ നിക്ഷേപത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ തലമുറകൾക്ക് വേണ്ടി നിക്ഷേപിക്കുമ്പം അത് വരുന്ന എല്ലാ തലമുറകളും കുടുംബത്തിലാണെങ്കിലും കിട്ടും, സന്യാസത്തിലാണെങ്കിലും കിട്ടും. ഇപ്പോൾ അന്ന് അമ്മതയെ സമ്പാദിച്ച നിക്ഷേപത്തിൽ നിന്നാണ് അവരുടെ മക്കൾ ഇപ്പോഴും ജീവിക്കുന്നത്. അതായത് സ്നേഹത്തിലും കരുണയിലും വിശുദ്ധിയിലും എല്ലാം അവൾ അന്ന് നിക്ഷേപിച്ച് അവളുടെ മക്കൾക്ക് എടുക്കാം. അവളുടെ മക്കൾക്ക് കൂടെ അത് കിട്ടും. അതുപോലെ ഒരു മനുഷ്യന്റെ അടുത്ത് വന്ന് ഒരാൾ ചോദിക്കുക, ഒരു വീട് പണിയാൻ സഹായിക്കാവോ? പറഞ്ഞ അയാൾ പറയാണ്, ഒരു വീട് പണിയാൻ മുഴുവൻ തരാൻ എന്റെ കയ്യിൽ ചെറിയ എന്തെങ്കിലും സഹായം തരാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഇയാളുടെ വീട്ടിൽ ചോദ്യമൊന്നും ഇല്ലായിരുന്നോ? അയാളൊരു 500 രൂപ എടുത്തു കൊടുത്തു. എന്തെങ്കിലും ഒരു കാര്യം മേടിച്ചോ കേട്ടോ എന്ന് പറഞ്ഞു അയാൾ. അത് അയാൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസയായിരുന്നു. കെട്ടിയൊക്കെ കൂടി അയാൾ ഒരു വലിയ കാറ്റ് വെച്ചാൽ ഒരു വീട് പണിയാൻ സഹായം ചോദിച്ചു വന്നപ്പോൾ അതിൽ നിന്ന് അയാൾ അതെടുത്ത് കൊടുത്തത്. ഒരുപാട് ഉള്ളതിൽ നിന്ന് അല്ല കൊടുത്തത് അയാൾ. അപ്പൊ ഇതിന് ഭയങ്കര വിലയാണ്, ഭയങ്കര നിക്ഷേപമാണത്. അപ്പം ഇയാളെ കുറിച്ച് അങ്ങനെ സ്വർഗത്തിൽ എഴുതി എന്താണെന്നറിയോ? ഒരു വീട് പണിയാനായിട്ട് 50 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ എഴുതും. സ്വർഗം അങ്ങനെ എഴുതുന്ന കണക്ക് കൂട്ടുന്ന എപ്പോഴും അങ്ങനെയാണ്. ഒരു മാങ്ങാപ്പഴം കൊടുത്താൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു മാങ്ങാപ്പഴം കൊടുക്കുമ്പോൾ എഴുതുന്നത് നിനക്കില്ലാതിന്റെ കൊടുക്കുന്നെങ്കിൽ എഴുതും നിറയെ പൂത്ത് പഴുത്ത് കിടക്കുന്ന ഒരു മാവ് കൊടുത്തു എഴുതും. അങ്ങനെ കൊടുക്കും. ഇനി നിനക്ക് കൊടുക്കാൻ വിഷമമുള്ള ഒരാൾക്ക് കൊടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചൊരു തുകയായിരിക്കും എഴുതുന്നത്. നിന്റെ ശത്രുവിനെയാണ് നീ സഹായിക്കുന്നതെങ്കിൽ അത് വലിയൊരു തുകയായിട്ടായിരിക്കും അവിടെ ചെല്ലുന്നത്.
കാരണം കടപ്പാടുമല്ലോ കൊടുക്കാൻ. എന്നിട്ടും കൊടുക്കുകയാണെങ്കിൽ അത് വലിയ ദോഷമായിരിക്കും. ഇങ്ങനെ ഈ ആള് 50 ലക്ഷം രൂപ കൊടുക്കുന്ന എഴുതി വെക്കും. പിന്നെ അയാളുടെ മകന്റെ കാലത്ത് വീട് പണിയേണ്ട കാര്യമൊന്നും വന്നില്ല. കാരണം നല്ല വീടും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അയാളുടെ മകന്റെ കാലമായി കഴിഞ്ഞപ്പോഴേക്കും പഴയ വീടൊന്നും പൊളിച്ച് എല്ലാവരും പുതുക്കിയൊക്കെ പണിത് തുടങ്ങിയിരിക്കണം. പഴയ നിറവടായിരുന്നത് ഇവർക്കും ഉണ്ട് മാറ്റി പണിയണമെന്ന്. പക്ഷെ അപ്പൊ ഇവൻ നല്ല വിദ്യാഭ്യാസ ജോലിയൊന്നുമില്ല, കല്യാണം കഴിച്ചിട്ടില്ല, ജോലി ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഇവനങ്ങനെ പള്ളിയും വലിയ വിശ്വാസവും കാര്യമൊന്നും ഇല്ലതാണ്. അപ്പൊ എല്ലാരും പറയാം ഒരു വീടിന് വേണ്ടി ലോൺ ഇടുക, ജോലിയില്ലാതെ ഞാൻ വീട് ലോണ് തരികയല്ല ആരും എനിക്ക്. അന്നാ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കും. എന്നിട്ട് കർത്താവ് സഹായിക്കും. അന്നാ എനിക്കൊരു ജോലി ഇങ്ങനെ തരട്ടെ, ജോലി തരട്ടെ, കർത്താവ് ദൈവം ഉണ്ടെങ്കിൽ എനിക്കൊരു ജോലി തരട്ടെ, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു എന്നാ ഞാൻ പ്രാർത്ഥിച്ചിരിക്കണം, ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് അത് ജോലി കിട്ടട്ടെ, അപ്പൊ ഞാൻ പള്ളി വന്നേക്കാം. വേറെ പള്ളിയില്ല, പട്ടക്കാരനല്ല വിശ്വാസം, ചുമ്മാ കൂട്ടുകൂടി നാട്ടിൽ കൂടെ നടക്കുന്ന ഒരു പയ്യ. അത് മാതാപിതാക്കളും പൂർവികരെല്ലാം നല്ല വിശ്വാസമായിരുന്നു. പുതിയ തലമുറയ്ക്ക് ഒരു വിശ്വാസം എല്ലാം നടക്കുന്ന സമയമാണ്. ഇവനിത് പറഞ്ഞപ്പോ അനാഹമാര് ഈശോയോട് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ചേച്ചി നിക്ഷേപമല്ല ഉണ്ടോ? അവരൊരു നിക്ഷേപമില്ല, പള്ളി പോലും കയറിയാണ്. അതിന് അപ്പനും നല്ല മനുഷ്യനായിരുന്നു. ഇവർക്ക് ധാരാളം സഹായം കൊടുക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷെ വീട് പണിയുന്നതിന്റെ അധികം കൊടുത്തായിട്ടില്ല, വേറെ ചില സഹായങ്ങൾ കൊടുത്തിട്ടുള്ളൂ ഉണ്ട്. ആണോ? പിന്നെ കൊണ്ടോ ഉണ്ട്. ഇതിന്റെ വെല്ലിപ്പ് ഒരു 50 ലക്ഷം രൂപ ചെലവണിയാൻ കൊടുത്തിട്ടുള്ള ഒരാൾ ആണോ? അതിനെ കൊടുക്കാമല്ലോ. അതൊക്കെ ഇതിനെ ഉപയോഗപ്പെട്ടതല്ലേ, വേറെ ആരും ചോദിച്ചിട്ടില്ല. അപ്പൊ കൊടുത്തേരെ എന്ന് പറയും. അപ്പൊ ഇത് പെട്ടെന്നൊരു ജോലി കിട്ടുക വിദേശത്ത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അതിന് തുല്യമായൊരു കല്യാണം നടന്നു. അത് നേരെ ലോൺ അപേക്ഷിച്ചു. ലോൺ നടന്ന് കിട്ടി. പെട്ടെന്ന് ചെലവ് 1 വർഷം കൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നാട്ടുകാർ പറഞ്ഞു ഇവനൊക്കെ എന്തിന്റെ കുറവാ, പള്ളിയില്ല, പട്ടക്കാരനെല്ലാം ഒന്നുമില്ല നടക്കുന്ന അവനെ നോക്കിക്കും, ജോലിയും കല്യാണവും മാത്രം ബംഗ്ലാവും ഇതിന്റെ കുറവാ. എന്റെ മോളെ ഇത് എവിടുന്ന് വന്നാന്നറിയാവോന്ന് ചോദിച്ചു. ഇതാണ് പൂർവികരുടെ നിക്ഷേപം എന്ന് പറയുന്നത്, പൂർവികരുടെ പുണ്യം എന്ന് പറയുന്നത്. ഇത് ഇതുപോലെ തന്നെ തിന്മയും നിക്ഷേപിക്കാൻ പൂർവികർക്ക്. അപ്പൊ ഈ പുണ്യം, പരിശുദ്ധമായ ഈ പുണ്യം, ഒരു ചെറിയ ത്യാഗം 1000 തലമുറ വരെ ഓർത്തിരുന്ന ദൈവം കരുണ കാണിക്കും. പക്ഷെ പാവങ്ങൾ ദൈവം 3-4 തലമുറ 7 തലമുറ വരെയൊക്കെ ഓർത്തിട്ട് അത് തീർത്ത് കളയുകയോ ദൈവം ഓർക്കാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല. കഴിഞ്ഞ കാലത്ത് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എത്രയും പെട്ടെന്ന് മായ്ച്ചു കളയാനാണ് ദൈവം നോക്കുന്നത്. പെട്ടെന്ന് തീർത്തിട്ട് ഈ 1000 തലമുറയോട് കരുണ കാണിക്കാനാണ് ദൈവം നോക്കുന്നത്. ആ ദൈവത്തിന്റെ കാരുണ്യ സേവനെ ഓർക്കണം. അപ്പൊ ഇങ്ങനെ നിക്ഷേപിച്ചു വെക്കുകയാണെങ്കിൽ ഇവന് ഇതുപോലെ ഇവൻ നിക്ഷേപിച്ചത് നേരത്തെ ജീവിക്കുന്നു. എന്നാൽ ഈ പുതിയ തലമുറ നിക്ഷേപിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും അറിയാമെന്ന് ചോദിച്ചു. കാരണം എല്ലാം സ്വീകരിച്ച് ജീവിക്കുന്നവർക്ക് ശീലമുള്ളൂ. അപ്പം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ലോൺ എടുക്കും. അതായത് കർത്താവ് നീ എനിക്കത് ചെയ്തു തരാമെങ്കിൽ ഞാൻ നിനക്ക് ഇത് ചെയ്തു തരാമെന്ന് പറയും. ലോണ് അങ്ങോട്ട് വെച്ചിട്ട് പകരം ഇങ്ങോട്ട് എടുക്കുന്നു. ഈ ലോൺ പിന്നെ അങ്ങോട്ട് നിക്ഷേപമൊന്നുമില്ലല്ലോ, എടുക്കല് മാത്രമല്ല, എടുത്ത് തീർന്നു കഴിയുമ്പോൾ ലോൺ എടുക്കാൻ തുടങ്ങും. പൂർവികർ സമ്പാദിച്ചത് കുറെ വർഷങ്ങൾ ഉപയോഗിക്കും, അതിന് മതിയല്ലോ. അത് കഴിഞ്ഞ് ഈ ലോൺ എടുക്കുന്നത്, ലോൺ എടുക്കുമ്പോൾ ലോൺ എടുക്കുന്നത് എത്ര ഇല്ലായ്മയുടെ ആധിക്യത്തിലാണ് ലോൺ എടുക്കുന്നത് തന്നെ. എന്റെ മോളെ അത് തിരിച്ചടക്കിയല്ല, എന്ത് പറ്റുമെന്നറിയോ, എല്ലാം കൂടെ ജപ്തി ചെയ്ത് പോകും. അതുകൊണ്ട് ലോൺ എടുക്കാൻ നോക്കണ്ട കേട്ടോ, ഉള്ളത് കൊടുത്താൽ മതി. ത്യാഗങ്ങളായിട്ട് കാഴ്ചവെക്കുമ്പോൾ വലിയ തുകകളായിട്ട് സ്വർഗത്തിച്ചല്ലോ. ഇല്ലായ്മയിൽ ത്യാഗങ്ങൾ കാഴ്ചവെക്കാമല്ലോ, സഹനങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ത്യാഗം കാഴ്ചവെക്കാമല്ലോ. അത് വലിയ നിക്ഷേപമായി തീരും. എല്ലാ മേഖലകളും ഇങ്ങനെ സമ്പാദിക്കണം. അപ്പം യമനഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന എല്ലാ ദിവസവും ഇങ്ങനെ വേണം ഇരിക്കാൻ. പുണ്യങ്ങൾ ചെയ്ത് അപ്പൊ കുറച്ച് കുഞ്ഞുങ്ങളോട് പോലും പറഞ്ഞു കൊടുക്കണം. കുഞ്ഞോർക്കും അവർക്കിത് മനസ്സിലായിരുന്നല്ലേ, മനസ്സിലാവും. നിനക്ക് മനസ്സിലാവുന്നതിനേക്കാൾ നന്നായിട്ട് മനസ്സിലാവും. ഓരോ കാര്യം കുഞ്ഞു പുണ്യങ്ങള് അവരോട് പറഞ്ഞ് അവരെക്കൊണ്ട് ചെയ്തിരിക്കണം. മോളെ ഇതുകൊണ്ട് ഇത് മുട്ടയിൽ നിന്ന് ഒരു നന്മ നിറഞ്ഞവരെയും ചൊല്ലിയിട്ട് മാതാവിന്റെ ഹൃദയത്തിന് കൊടുക്കാൻ പറഞ്ഞേ, ആ കുഞ്ഞിനേക്കാൾ നന്നായിട്ട് അത് മനസ്സിലാവും. ഇങ്ങനെ കുഞ്ഞിനെ തന്നെ അവർക്ക് പുണ്യം ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നും കാണുകയില്ല. കാരണം മണ്ണിൽ നിന്ന് എടുത്തവരായതുകൊണ്ട് മണ്ണിനോടായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പൊ നീ എന്ത് ചെയ്യണം അറിയോ, അവർക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്യണം. കുഞ്ഞിനോട് വേണം, മോൾ ഇത് ചെയ്യുവാണെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിത്തരാം, ഇത് ചെയ്യുവാണെങ്കിൽ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞ സമ്മാനം കൊടുക്കുമ്പോൾ അവർ ചെയ്യും. ഇത് എന്തെങ്കിലും ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ളത് അവരുടെ ബലഹീനത എന്താണെന്ന് നിനക്കറിയാമല്ലോ. ആ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നതല്ല ഞാൻ. ആ ബലഹീനതയെ നീ ചൂഷണം ചെയ്യണം, എനിക്ക് വെള്ളിപ്പുണ്യം ചെയ്യാൻ, അവരെ പഠിപ്പിക്കാൻ. ഇങ്ങനെ കുറെ നാള് അവർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് മാതാവിന്റെ കയ്യില കൊടുക്കുന്നത്. കൊച്ചിന് ഇരട്ടിയാണെങ്കിൽ ചോദ്യത്തിൽ കഴിക്കാതെ കൊടുക്കുവാണെങ്കിൽ മുഴുവൻ പൈസ കിട്ടും, പകുതി പൈസ കിട്ടുമെന്ന് പറയണം. അങ്ങനെ വരുമ്പോൾ കൊച്ചിനെ തെരഞ്ഞെടുക്കൽ വരും. കുഞ്ഞുങ്ങൾ
ഇങ്ങനെ ഇവരെ കൊണ്ട് പുണ്യങ്ങൾ ഓരോന്ന് ചെയ്യിച്ച് പിന്നെ അവർക്കത് ചിന്തമാകും. പിന്നെ നീ പ്രതിഫലമൊന്നും കൊടുക്കണ്ട, തിരിച്ചറിവാകുമ്പോഴത്തേക്ക് ശീലമായി തീരുന്നത്. തകർക്ക ദോഷങ്ങൾ ഉള്ളതുപോലെ തന്നെ തകർക്ക പുണ്യങ്ങളുമുണ്ട്, തകർക്ക നന്മകളുണ്ട്. ചെയ്ത് ശീലിച്ചത് ചെയ്യുള്ളൂ തന്നെ. അപ്പൊ അവരെ പുണ്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവര് ആ വഴി എപ്പോഴും സ്വർഗത്തിലായിരിക്കും. ദൈവത്തെ കാണുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അറിയുന്നില്ല ആത്മാവിൽ സംഭവിക്കുന്ന അതായിരിക്കും. അതുകൊണ്ട് വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ പ്രാർത്ഥന ചൊല്ലുന്നതോടൊപ്പം ഈ പുണ്യങ്ങളും കൂടി ചെയ്തുകൊണ്ട് വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യാവുള്ളൂ. അത് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് അത് ഞങ്ങള് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ 3-10 കുഴപ്പമില്ലാതെ പോയി. 33 ദിവസമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിച്ചു. 33 കഴിയുമെന്ന് ഓർത്തു, പക്ഷെ ചെയ്തു. അപ്പം ഒരു ദിവസം ഞങ്ങളുടെ ഒരു കൊച്ചു വന്ന് എന്നോട് ചോദിക്കാം, അമ്മേ 33 കൂടുതൽ ചെയ്താൽ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു പോലെ ഒരു കുഴപ്പമില്ല, ഇത്ര എണ്ണം ചെയ്താൽ പറഞ്ഞു. ഇവരിതെല്ലാം പേപ്പറിൽ എഴുതും. ഈ പേപ്പറിൽ എഴുതി മടക്കി വെച്ചിട്ട് പോയിട്ട് മാത്രം എഴുതി വയ്ക്കും. എന്നിട്ട് പിള്ളേർ 100 തികയ്ക്കാവോന്നാണ് ഞങ്ങൾ നോക്കുന്നത്. 85-90 ഒക്കെ ഒരു ദിവസം ചെയ്യും. അത്രയും 100 തയ്ക്കാനുള്ള ശ്രമത്തിലാണ്. 100 തയ്ക്കുമല്ലോ. അപ്പൊ 100 തയ്ക്കാൻ ഭയങ്കര സന്തോഷമാണ്. അത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാം പുണ്യമാണ്. അപ്പൊ അങ്ങനെ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തണമെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ ഇതിന് ശേഷം ആദ്യത്തെ വിമലഹൃദയ പ്രതിഷ്ഠ ഇങ്ങനെ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ വിമലഹൃദയ പ്രതിഷ്ഠ മംഗളവാർത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ വരുന്നത് നമ്മൾ നോക്കണം ഏതാ വരുന്നത്. അതായത് ഏത് തിരുനാളും നമുക്കെടുക്കാം. അത് എന്നോട് പറഞ്ഞ രണ്ടാമത്തെ വിമലഹൃദയ പ്രതിഷ്ഠ മുതൽ നീ ഫലങ്ങളാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഒരു പ്രാവശ്യമാണെന്ന് പ്രത്യേകമാണ്. പിന്നെ ചെയ്യാൻ ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാൻ പുണ്യങ്ങൾ നിർത്തുകയേ വേണ്ട. പക്ഷെ പിന്നത്തത് ഗലാത്യ ലേഖനം 5:22 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം നീ എന്നോട് വന്ന് പറയണം. ഈ 9 പുണ്യങ്ങളെ പേപ്പറിലൊന്നും എഴുതണ്ട, കാതെ എന്നോട് വന്ന് പറയണം. കുട്ടികൾ കണക്ക് പട്ടിക പഠിച്ചിട്ട് വൈകുന്നേരം അമ്മയ്ക്ക് അല്ലെ പപ്പയെ ചൊല്ലി കേൾപ്പിക്കുകയല്ലേ, എന്റെ കണക്ക് ശരിയാണോ നോക്കിയാൽ മതി. ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ഉറങ്ങുന്നതിന് മുൻപ് നോക്കണം, പറയണം. സ്നേഹത്തിന്റെ എന്നെ പോലെ എഴുതേ. സ്നേഹം, സന്തോഷം, സമാധാനം, കാരുണ്യം, വിശ്വസ്തത, ആത്മസമയം, സൗമ്യത, എല്ലാ പുണ്യങ്ങളും നീ ചെയ്തിട്ടുണ്ടോ നോക്കണം. ഓരോന്നിനും ഓരോന്ന് കാഴ്ച വെച്ചേക്കണം. ഓരോ കാര്യത്തിലും 9 ഉണ്ടല്ലോ. ഈ 9 പുണ്യങ്ങളും അതിനോടൊപ്പം നിന്റെ ഒരു ത്യാഗം, സ്വന്തമായിട്ട് ഒരു ത്യാഗവും കൂടെ കാഴ്ച വെച്ചിട്ട് 10 തിരക്കിടണം തോന്നി. അത് കടലാസിൽ എഴുതല്ല, എന്നെ ഓർമ്മിച്ച് എന്നോട് പറഞ്ഞാൽ മതി. നീ കാണാതെ പഠിച്ചിരിക്കണം. അപ്പൊ എന്താ പറയാ, വചനമാണിത്. ഈ 9 കാര്യങ്ങൾ വചനമല്ലേ. സ്നേഹവും ക്ഷമയും നന്മയും കരുണയും വിശ്വസ്തയും വചനമല്ലേ. അപ്പൊ ഓരോ വചനമല്ലേ നീ ജീവിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേനും ഈ വചനം നീ ജീവിച്ചില്ലേ. അപ്പം നീ എന്നോട് ഒന്ന് പറയും, പറയും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നതെന്ന്. ഉടനെ ഞാൻ നിന്നോട് തിരിച്ചൊരു കാര്യം പറയും, എന്നെ സ്നേഹിക്കുന്നത് എന്റെ വചനം പാലിക്കും. ഉടനെ നിനക്ക് എന്നോട് പറയാം, ഇഷ്ടം ഇന്ന് 9 വർഷം ജീവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഒരൊറ്റ തെളിവേ ഉള്ളൂ ഭൂമിയിൽ. അത് വചനം ജീവിക്കുന്നതാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. ഇത് രണ്ടാമത്തെ വിമലഹൃദയ പ്രതിഷ്ഠ മുതൽ കാര്യം മോള് ശ്രദ്ധിക്കണം. അങ്ങനെ രണ്ടാമത്തെ 2 വിമലഹൃദയ, പിന്നത്തെ എല്ലാ വിമലഹൃദയ പ്രതിഷ്ഠ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ജീവിക്കുന്നതായിരിക്കണം. അപ്പൊ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി, അതായത് നിന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് സ്നേഹം കിട്ടിയതോ നോക്കേണ്ടത്, നിനക്ക് കിട്ടിയതല്ല. നീ കൊടുത്തോ, അവർക്കത് അനുഭവപ്പെട്ടോ, അത് നോക്കണം. അപ്പൊ അത് പരിശുദ്ധമായ സ്നേഹമായിരിക്കണം. അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് മേടിക്കുന്ന ഒരു സ്നേഹമായിരിക്കും. അങ്ങനെ സ്നേഹം, ക്ഷമയുടെ ഒരു വാക്ക്, നന്മയുടെ ഒരു പ്രവൃത്തി, സന്തോഷം, ആനന്ദം. എനിക്ക് ആനന്ദം സന്തോഷം തന്നെയല്ലേ വയ്ക്കും. മോളെ അത് 2-2 പറഞ്ഞു. ആനന്ദം എന്ന് പറയുന്നത് നിനക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ദൈവം നിനക്ക് വേണ്ടി ചെയ്തു. നിനക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. അത് വെറുതെ ചെറുതമാകാം, പക്ഷെ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ആ കാര്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ ദൈവമേ നിനക്ക് നന്ദി എന്ന് നീ പറയല്ലേ, അതിനാണ് ആനന്ദം എന്ന് പറയുന്നത്. നിനക്ക് നന്ദി കേട്ടോ എന്ന് കണ്ണ് നിറഞ്ഞ് ഹൃദയം തുളുത്തി നീ പറയുന്നത് അതിന്റെ പ്രവൃത്തിയുടെ ഫലമല്ല, ദൈവം ചെയ്തതിൽ നീ സന്തോഷിക്കുന്നതാണ്. മറ്റേ സന്തോഷം
സന്തോഷം എന്ന് പറയുമ്പോൾ നീ ചെയ്ത ഒരു പ്രവൃത്തി നിനക്ക് കിട്ടിയ ഒരു പ്രത്യേക കാര്യത്തിന് നല്ലൊരു മാർക്ക് കിട്ടി ഭയങ്കര സന്തോഷമായി. ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റി സന്തോഷമായി. ഒരാളെ സഹായിക്കാൻ പറ്റി സന്തോഷമായി. ഒരാളെ ആശ്വസിപ്പിക്കാൻ സന്തോഷിക്കും. അതാ. പക്ഷെ മറ്റൊന്നല്ല ആനന്ദം. അങ്ങനെ ദയയുടെ നന്മയുടെ വിശ്വസ്തയുടെ ആത്മസമയം. ഇന്ന് ഒരു കറി കൂട്ടിയ ചോറുണ്ടായിരുന്ന ഒരു ആത്മസമയം പാലിച്ചതാ. സൗമ്യതയോടെ പെരുമാറി. ഈ 9 കാര്യങ്ങളായിരിക്കണം പിന്നീടുള്ള വിമല ഹൃദയ പ്രതിഷ്ഠയിലെല്ലാം ചെയ്യേണ്ട പൊങ്ങി. സാധിക്കുന്നിടത്തോളം വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി സമർപ്പിക്കണം. ലോകം മുഴുവനും എന്റെ അമ്മയ്ക്ക് സമർപ്പിക്കണം. വിമല ഹൃദയത്തിന്റെ ശക്തി എന്താണെന്ന് നിനക്കറിയാമോ? വിമല ഹൃദയത്തിൽ എടുത്തു വെക്കുന്ന ഒരാത്മാവും നശിച്ചു പോകത്തില്ല. അതിന് തെളിവാണ് റഷ്യ. നിനക്കറിയാമോ? റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാതെ കത്തോലിക്ക സഭ റഷ്യക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല യുദ്ധം ചെയ്ത. മാപ്പാപ്പ പറഞ്ഞു റഷ്യക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന്. വിശ്വാസികൾ അതനുസരിച്ച് 10 നന്മറിഞ്ഞവരെയും ചൊല്ലാനാ പറഞ്ഞിരുന്നത്. അവരുടെ വാക്ക് ഈ റഷ്യക്ക് വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യർക്ക് ആ പാവപ്പെട്ട ഒരുപാട് പേര് അത് 10 നന്മറിഞ്ഞവരെയും ചെയ്തു. ഒരു ദിവസം ചൊല്ലി കാഴ്ചവെക്കാൻ മാപ്പാപ്പ പറഞ്ഞ ചെയ്തു. ആ പ്രാർത്ഥിച്ചതിലേറെ മനുഷ്യർക്കും റഷ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേരാണോ സ്ഥലത്തിന്റെ പേരാണോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഏതാണ്ട് ഒരു റഷ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവര് പ്രാർത്ഥിച്ചു. അത്രയേ ഉള്ളൂ. മാതാവിന്റെ വിമല ഹൃദയത്തിന് റഷ്യയെ തോർത്തി. റഷ്യയിൽ എന്താ സംഭവിച്ചെന്ന് നീ കണ്ടോന്ന് ചോദിച്ചു. എന്ത് സംഭവിച്ചെന്നോ? ഒരിക്കലും മനുഷ്യൻ സങ്കല്പിക്കാൻ പറ്റാത്ത റഷ്യയെ സംഭവിച്ചെങ്കിൽ എന്റെ മോളെ എന്റെ അമ്മയുടെ വിമല ഹൃദയം എന്താണെന്ന് കരുതിയത്? അത് അമ്മയുടെ ഹൃദയമായതുകൊണ്ടല്ല, അതിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് അമ്മയുടെ ഹൃദയത്തിലാണ്. അമ്മയുടെ വിമല ഹൃദയം പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവാണ് അതിനെ മാറ്റുന്നത്. അമ്മ എന്നെ മാറ്റുന്നത്. അമ്മ ഒരു കാര്യം, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അമ്മ എല്ലാം എടുത്തു വയ്ക്കും. പരിശുദ്ധാത്മാവിന് കൊടുക്കും അമ്മ. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയും ഒരു സഭയോ ഒരു സമൂഹമോ ഒക്കെ അമ്മയുടെ വിമല ഹൃദയത്തിന് എത്ര നിസ്സാരാന്നറിയോ? പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കൊടുക്കുന്നില്ല അതിനെ. എന്റെ അമ്മയുടെ വിമല ഹൃദയത്തെ ഈ പ്രാർത്ഥന ലോകം മുഴുവൻ എത്തിക്കണമേ. സാധിക്കുന്നിടത്തോളം മനുഷ്യരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം. അവരെല്ലാം വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്നവരെല്ലാരും മാതാവിന്റെ സൈന്യത്തിലെ അംഗങ്ങളായി തീരില്ല. അപ്പൊ അമ്മ സൈന്യാധിപയാണ്. നിങ്ങൾ അമ്മയുടെ സൈന്യത്തിലെ പരന്മാരായി തീരുകയാണ്. അമ്മയോടൊപ്പം യുദ്ധം ചെയ്യുന്നവരായി തീരുകയാണ് പിന്നീട് ലോകത്തിന് വേണ്ടി. അപ്പൊ അമ്മയുടെ സൈന്യത്തിലെ അംഗമാകണം വേഗന്ന് തന്നെ പ്രതിഷ്ഠ നടത്തി. അപ്പൊ ഒരു പ്രതിഷ്ഠയെങ്കിലും എല്ലാവരെയും കൊണ്ട് ചെയ്യുക. നിനക്ക് അറിയാവുന്നവരും കൊണ്ടല്ല ഈ പ്രാർത്ഥന ചൊല്ലിപ്പിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങള് ഈ പുസ്തകത്തിനകത്തുനിന്ന് ഈ കഥ ഞങ്ങൾ മാത്രമാണ് അന്നേരം ചൊല്ലിക്കൊണ്ടത്. അത് കഴിഞ്ഞപ്പോ ഇത് ആ പുസ്തകത്തിനകത്ത് ഇത് കൊണ്ടുവന്നു കൊല്ലാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇത് മാറ്റി ഒരു പുസ്തകമാക്കണമെന്ന് ആഗ്രഹം തോന്നി. അപ്പം ഇതേപറ്റി ചോദിച്ചപ്പം കോട്ടയത്തു നിന്നുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുകാര് അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അവരൊരു മുമ്പ് ചെയ്തിട്ടുള്ളായത്. അപ്പൊ അവര് സൻസാസിന്റെ പുസ്തകമല്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞിട്ട് അവരത് നല്ലൊരു ഗ്രൂപ്പ്. അവര് ആ പുസ്തകം അച്ചടിക്കാൻ ഈ പുസ്തകത്തിനകത്തുനിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റി ഒരു ചെറിയ പുസ്തകമാക്കി എടുത്ത് അതിന്റെ കുറവുകളൊക്കെ തീർത്ത് എല്ലാം ഡേറ്റ് ഒക്കെ ഇട്ട് ഇത് തന്നെ ആക്കിയെടുക്കാനായിട്ട് കൊണ്ടാക്കിയിട്ടുള്ള ഒരു കോളേജ് ഗ്രോസറി ഏൽപ്പിച്ചു. ജോർജ് സാർ വലിയൊരു മനുഷ്യൻ. ശാലോമിലേക്കൊക്കെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നയാൾ അദ്ദേഹം. അപ്പൊ സാറിനെ ഏൽപ്പിച്ചു. സാറ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സാറിന്റെ പെങ്ങള് കോട്ടയത്ത് ഒരു ബാങ്ക് മാനേജറാണ്. മാനേജറല്ല, ബാങ്ക് ജോലി ചെയ്തിരിക്കുക. അപ്പൊ അവർ രണ്ടുപേരുടെ എല്ലാം റെഡിയാക്കിയത്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ കോട്ടയത്ത് നിന്ന് ചേച്ചിയായിട്ട് ബന്ധപ്പെട്ടവരാണ് ഈ പുസ്തകം ചെയ്യേണ്ടത്. അപ്പൊ ഇമ്പറി മാത്രം ഇല്ലാത്ത ഒരു പ്രാർത്ഥന ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പുസ്തകത്തിനകത്ത് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ അതിന് ഇമ്പറി മാത്രം വേണമല്ലോ. അതുകൊണ്ട് ഒരു പിതാവിന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ മുൻകേട്ടായതുകൊണ്ട് അവരോട് സാറ് എന്നോട് ഒരു കോട്ടയക്കാര് പറഞ്ഞു, സാറെ അറക്കി പിതാവിനോടൊന്ന് ചോദിക്കാമോ, ഞങ്ങൾ ഒന്ന് കണ്ടോട്ടെ, ഞങ്ങൾ എന്തുമാത്രം മേടിച്ചു പോകുന്നു, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. സാറ് ഈ പുസ്തകമായിട്ട് പിതാവിനെ കടങ്ങുന്നു. പിതാവ് ചോദിച്ചു, സാറേ ഈ പുസ്തകം ആരാ സാറെ ട്രാൻസ്ലേറ്റ് ചെയ്തേ? അത് കഴിഞ്ഞ് ഞാനാ ചെയ്തത്. കൊള്ളാം, എന്റെ രൂപതയെന്ന് എന്റെ ഒരാളെ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകം വേറെ രൂപയ്ക്ക് ഞാനൊന്ന് കൊടുക്കണേ, വേറെ രൂപത്തിൽ കൊടുക്കണേ. ഇത് ഞാൻ ചെറുപാത്രം നമുക്ക് ഇവിടെ നടക്കത്തില്ല ചോദിച്ചു. അപ്പൊ സാറിന് എല്ലാ അവകാശവും പുസ്തകത്തിന് വരെ ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും എല്ലാവരും അറിയണം, പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷെ പിതാവ് തന്നെ അനുവാദം തന്ന് 2 ആഴ്ചക്കുള്ളിൽ പുസ്തകം ഇറങ്ങുവാണ്. അപ്പോഴാണ് അന്വേഷണം വന്നത് ഈ പുസ്തകം എവിടുന്ന വന്നത്. ഇത് ഫ്രാൻസിസ് ആണ് എഴുതിയ പുസ്തകം അല്ലല്ലോ, പിന്നെ ഈ പ്രാർത്ഥന എവിടുന്ന് ഉണ്ടായി?
സുപ്രഭാതത്തിൽ ചാൻസലർ ചോദിച്ചു. അപ്പൊ അന്വേഷിക്കേണ്ടി വന്നു. അന്വേഷിച്ച് വന്നപ്പം ഇത് അറിയാൻ കഴിയുന്നതാണ് കാലിഫോർണിയയില് 28 വർഷം മുൻപ് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന് കിട്ടിയ മെസ്സേജാണ്. അപ്പൊ അവിടെ അത് സാധിച്ചുകൊണ്ടത് ഇത് ഒത്തിരി മാറ്റം വരികയും ജനങ്ങളെല്ലാം ഇതിലേക്ക് വരികയും ചെയ്തു. ഒരുപാട് പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥനയും പരിപാടി എല്ലാം പറയുകയും രൂപത ഇടപെട്ട് പറഞ്ഞ് എല്ലാം നിർത്തലാക്കിച്ചു. നിങ്ങൾക്ക് പരിപാടിയൊന്നും വേണ്ട, ഞങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു. ഒരു കമ്മീഷനെ നിയോഗിച്ചു. ഈ കമ്മീഷൻ അത് പഠിച്ച് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ഈ പ്രാർത്ഥനകൾക്കുള്ളിൽ ദൈവശാസ്ത്രപരമായ തിരുസഭയ്ക്കെതിരായ യാതൊരു തെറ്റുമില്ല. ഇത് വിശ്വാസികൾക്ക് ആത്മീയ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നതായതുകൊണ്ട് കാനൻ ഇത്ര നമ്പർ പ്രകാരം ഈ പ്രാർത്ഥന വിശ്വാസികൾക്ക് ചൊല്ലാവുന്നതാണെന്ന് എഴുതിയിട്ടവര് കാനൻ ലോയും കൂടെ എടുത്തെന്നെ എഴുതി. അതായത് പിന്നീട് ഒരിക്കലും ആർക്കും ചോദിക്കാൻ പറ്റുന്നില്ലല്ലേ. അതുപോലെയാണ് അത് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അതെല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു. പക്ഷെ ഇംഗ്ലീഷിലുണ്ട്. ബാംഗ്ലൂരിൽ മാത്രമേ കിട്ടുള്ളൂ ഇംഗ്ലീഷ് പുസ്തകം. അത് ഒരെണ്ണത്തിന് 120 രൂപയാണ്. പിന്നെ 1200 രൂപയാണ് ഒരു പുസ്തകം. അപ്പൊ ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഒരു ഇംഗ്ലീഷ് പുസ്തകം കിട്ടിയത്. അത് അധികം എഴുതാനെന്ന് പറഞ്ഞു അവിടെ വളരെ കുറച്ചുണ്ടായിരുന്നത്. അതിന്റെ മലയാളത്തിലേക്ക് ആദ്യമായിട്ടാണ് ട്രാൻസ്ലേറ്റ്. അങ്ങനെ നമ്മള് പുറത്ത് വന്നു കഴിഞ്ഞപ്പം ഉണ്ടായത് ആദ്യം 5000 കോപ്പി അച്ചടിച്ചു. 2-3 മാസത്തിനുള്ളിൽ ഇതിൽ എങ്ങനെ തീർന്നു പോയി ഞങ്ങൾക്കറിയത്തില്ല. ആൾക്കാർ വാരിക്കൊണ്ട് പോകാൻ ചെയ്തത്. അത് വീണ്ടും ഒരു 5000 കോപ്പി അച്ചടിച്ചു. അതും തീർന്നു. ഇപ്പൊ 3 അച്ചടിക്കാൻ കൊടുത്തിരിക്കുക. കാരണം മേടിച്ചോണ്ട് പോകുന്നവരെല്ലാവരും അവരെ കൊണ്ട് പറ്റുന്നിടത്തോളം ഇത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുക. പല സ്ഥലത്തും ഗ്രൂപ്പുകളായിട്ട് അവർ വിമലന്തിരിച്ച് എന്താന്ന് പഠിപ്പിച്ചിട്ട് അവർക്ക് പുസ്തകം കൊടുക്കുക. അങ്ങനെ വിമലഹൃദയത്തിനെ പ്രതിഷ്ഠിക്കാൻ ഈശ്വരൻ നമ്മളോട് ആവശ്യപ്പെട്ടില്ല. സാധിക്കുന്നിടത്തോളം ആളുകളെ അമ്മയുടെ സൈന്യത്തിനെ ജനങ്ങളാക്കി മാറ്റണമെന്ന്, സൈന്യങ്ങളാക്കി മാറ്റണം. വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥിച്ചോളൂ. തീർച്ചയായിട്ടും.